മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ തങ്ങളും അലി തങ്ങളും, അവർക്ക് ശേഷമുള്ള ഭരണാധികാരി മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവാണ്. മുആവിയയ്ക്ക് ശേഷം അവരുടെ മകൻ യസീദ് വരുന്നു. അതിനുശേഷം മുആവിയ സെക്കൻഡ് വരുന്നു. അതിനുശേഷം മർവാൻ വരുന്നു. അതിനുശേഷം അബ്ദുൽ മലിക്കും വലീദും വരുന്നു. സുലൈമാൻ വരുന്നു. അതിനുശേഷമാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണ ചക്രം ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനു മുമ്പ് മുആവിയ, യസീദ്, മുആവിയ സെക്കൻഡ്, മർവാൻ, അബ്ദുൽ മലിക്, വലീദ്, സുലൈമാൻ, 7 ഭരണാധികാരികൾ ഇദ്ദേഹത്തിന്റെ മുമ്പ് വന്നിട്ടും മഹാനായ അലി തങ്ങളുടെ ശേഷം 5ാം ഖലീഫ എന്ന പേരിൽ എന്തുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അറിയപ്പെടുന്നു? അവിടേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി, ഏതൊരു ഭൂമിയിലും നല്ല ഫലങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ ഭൂമി ഫലഭൂയിഷ്ഠമായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഭൂമിയുടെ ഫലഭൂയിഷ്ഠത മനസ്സിലാക്കിയിട്ടാണ്, ഫെർട്ടിലിറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വിത്ത് പാകാറുള്ളത്. മരുഭൂമിയിലോ പീഠഭൂമിയിലോ പോയി നമ്മൾ ആരും കൃഷി ചെയ്യാറില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൽ ഫലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. വൽ ബലദു ത്വയ്യിബു, നല്ല ഭൂമിയിൽ നിന്ന്, യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടി നല്ല ഫലങ്ങളെ പുറത്തു വരുള്ളൂ. വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ, പീഠഭൂമിയിൽ നിന്ന്, തരിശുഭൂമിയിൽ നിന്ന് പാഴ്ചെടികളെ വളരുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിസാഉകും ഹർസുൽ ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഭൂമിയാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. കൃഷിയിടമാണെന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ഠമായ ഫലങ്ങളെ നല്ല ഭൂമി നൽകുന്നത് പോലെ സ്വാലിഹീങ്ങളായ മക്കളെ നല്ല ഉമ്മമാർക്ക് ജന്മം നൽകാൻ കഴിയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. നല്ല മക്കൾക്ക് ജന്മം നൽകാൻ നല്ല ഉമ്മമാർക്ക് സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് ഈ പരിശുദ്ധ ഖുർആന്റെ ആശയം. ആലോചിക്കണം ഒന്നും കൂടി. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിൽ നിന്ന് നല്ല വിളകൾ ഉണ്ടാകും. പാഴ്ഭൂമിയിൽ നിന്ന്, തരിശ് ഭൂമിയിൽ നിന്ന്, പീഠഭൂമിയിൽ നിന്ന് പാഴ്ചെടികളെ വളരുള്ളൂ എന്ന പരിശുദ്ധ ഖുർആന്റെ ആശയം. ഇനി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിലേക്ക് നമ്മൾ കടന്നു ചെല്ലാം. ആരാണ് അദ്ദേഹം? ആരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ 2ാം ഖലീഫയാണ്. അധികാരം ഏറ്റെടുത്ത് 10 വർഷമാണ് ഇസ്ലാമിക സാമ്രാജ്യത്തെ ഭരിക്കുകയുണ്ടായത്. അദ്ദേഹം ഭരണം ഏറ്റെടുത്തതു മുതൽ നീതിയോടുകൂടി ലോകം ഭരിച്ച മഹാനാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ പൊതുജനങ്ങളെയെല്ലാം പള്ളിയിലേക്ക് വിളിച്ച് മിമ്പറിന്റെ മുകളിൽ കയറി, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ശമ്പളം തികയാതെ വരുമ്പോ, പ്രത്യേകിച്ച് ഭാരിച്ച ഉത്തരവാദിത്തമാണ് അധികാരം എന്ന് പറയുന്നത്. അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, സമയം കിട്ടൂല. അപ്പൊ അവർക്ക് ബൈത്തുൽ മാലിൽ നിന്ന് ശമ്പളം നൽകാറുണ്ട്. എന്നാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധനികനായ സ്വഹാബിയായതുകൊണ്ട് ബൈത്തുൽ മാലിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ടില്ല. ഇഷ്ടംപോലെ വരുമാനമുള്ളത് കൊണ്ട് തന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ജീവിതത്തിനുള്ള വരുമാനം, ജീവിതത്തിനുള്ള വഴി അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ
ഒരു വീടിൽ അരണ്ട വെളിച്ചം കണ്ട് ആ വീട് ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്. കൂടെ അദ്ദേഹത്തിന്റെ ഖാദിമായ അസ്ലം എന്ന് പറയുന്ന ഖാദിമുണ്ട്. രണ്ടുപേരും ആ വീടിന്റെ സമീപത്തേക്ക് എത്തിയപ്പോഴാണ് അകത്തളങ്ങളിൽ നിന്ന് ഒരു ഉമ്മയുടെയും മകളുടെയും ചർച്ച കേൾക്കാനിടയായത്. നമ്മളൊക്കെ ഏറെ കേട്ട് പരിചയമുള്ള ഒരു ചരിത്രമാണിത്. എന്താണ് ആ ചരിത്രം? ഉമ്മ മകളോട് പറയുന്നത്, മോളെ, പാലിൽ വെള്ളം ചേർക്കണമെന്ന്. ഉമ്മയും മകളും മാത്രമുള്ള കുടുംബമാണത്. പാല് വിറ്റിട്ട് വേണം ആ കുടുംബത്തിന് ജീവിക്കാൻ. അപ്പൊ ഉമ്മ പാല് കൊണ്ടുവരുന്നു, അതിൽ വെള്ളം ചേർത്ത് കച്ചവടം ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് അവർ ജീവിക്കേണ്ടത്. മകളോട് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു, ഉമ്മ, പാലിൽ വെള്ളം ചേർക്കരുത് എന്ന്. കച്ചവടത്തിൽ വഞ്ചന പാടില്ല എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചതല്ലേ? അപ്പോഴാണ് മാതാവ് ചോദിക്കുന്നത്, അമീറുൽ മുഅ്മിനീൻ അങ്ങ് മദീനയിലല്ലേ? നീ എന്തിനാ അമീറുൽ മുഅ്മിനീനെ പേടിക്കണം, അവർ മദീനയിലല്ലേ എന്ന്. അപ്പോഴാണ് ആ മകൾ പറയുന്നത്, അമീറുൽ മുഅ്മിനീൻ മദീനയിലാണെങ്കിലും അമീറുൽ മുഅ്മിനീൻ ഇത് കാണില്ലെങ്കിലും ഇത് കേൾക്കില്ലെങ്കിലും എല്ലാം കാണുന്ന അല്ലാഹു ഉണ്ട്. അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിക്കാൻ നമ്മൾക്ക് സാധിക്കൂലല്ലോ. അതുകൊണ്ടും ആ പാലിൽ വെള്ളം ചേർക്കാൻ എനിക്ക് കഴിയില്ല. ആളുകളുടെ മുമ്പിൽ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞതനുസരിക്കുകയും രഹസ്യമായി അമീറുൽ മുഅ്മിനീനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യാൻ എന്നെ കിട്ടൂല എന്ന് മകൾ ഉമ്മയോട് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു സംസാരം, ഈ ഒരു സംഭാഷണം കേൾക്കാനിടയായത്. ഉടനെ തന്നെ ഖാദിമായ അസ്ലമിനോട് പറഞ്ഞു, ഈ വീട് നോട്ട് ചെയ്യണം, ഈ വീട് മാർക്ക് ചെയ്യണം, ഈ വീട് എവിടെയാണെന്ന് നോക്കി വെക്കണമെന്ന്. രണ്ടുപേരും നേരെ മദീനയിലേക്ക് പോയി. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകൻ, തന്റെ ഖാദിമായ അസ്ലമിനെ ആ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. ആരാണ് ഇവിടെയുള്ളത്? എത്ര പേരുണ്ട് അവിടെ? പുരുഷന്മാരുണ്ടോ ആണുങ്ങളുണ്ടോ എന്ന്. അസ്ലം പോയി നോക്കുമ്പോൾ ആ വീട്ടിൽ പിതാവില്ല, മരണപ്പെട്ടു പോയിട്ടുണ്ട്, പിതാവില്ല. പിന്നെയുള്ളത് ഉമ്മയും മകളും മാത്രമാണ്. ഉടനെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. നോക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. സാലിം എന്ന് പറയുന്ന മകൻ പറഞ്ഞുപ്പാ, ഇവരെല്ലാവരും കല്യാണം കഴിച്ചവരാണ്, ഞാനേ കല്യാണം കഴിക്കാൻ ബാക്കിയുള്ളൂ, എനിക്ക് കല്യാണം കഴിക്കണം. ഉടനെ തന്നെ ഇന്നലെ രാത്രി പാലിൽ വെള്ളം ചേർക്കരുത്, അല്ലാഹു കാണുമല്ലോ എന്ന് പറഞ്ഞ അല്ലാഹുവിനെ ഭയമുള്ള ആ പെണ്ണിനെയും ഉമ്മയെയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ മകൾക്ക്, തന്റെ മകൻ സാലിം എന്ന് പറയുന്ന തന്റെ മകന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കണം നമ്മൾ, വൽ ബലദു ത്വയ്യിബു, നല്ലൊരുമ്മ. മാതാവ് കച്ചവടത്തിൽ വഞ്ചന നടത്താൻ പറഞ്ഞപ്പോൾ, പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോൾ, ഞാൻ ചേർക്കൂല, എന്നെ കിട്ടൂല, തെറ്റു ചെയ്യാൻ എന്നെ കിട്ടൂല. രഹസ്യമായിട്ടും അല്ലാഹുവിനെ പേടിച്ച ആ പെണ്ണിനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ മക്കൾ സ്വാലിഹീങ്ങളാവണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങൾ വിവാഹ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട്, തന്റെ മകൾക്ക് ആരാണ് വരനായി വരേണ്ടതെന്ന്, തന്റെ മകന് ആരാണ് പെണ്ണ് വധുവായി വരേണ്ടത് എന്ന് ഓരോ ചെറുപ്പക്കാരനും ആലോചിക്കേണ്ടതുണ്ട്. തനിക്ക് ആരാണ് ഇണയായി വരേണ്ടത്. കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായാൽ എന്റെ കുട്ടികളെ സ്വാലിഹീങ്ങളായി വളർത്താൻ ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ഇണയ്ക്ക് സാധിക്കുമോ എന്ന് ചെറുപ്പക്കാരെ വിവാഹത്തിന് മുമ്പേ ആലോചിക്കണം. വിവാഹം കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ മക്കള് സാലിഹീങ്ങളാവണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല.
കല്യാണം കഴിക്കുന്നതിനും മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കളെ സ്വാലിഹീങ്ങളായി വളർത്താൻ പറ്റിയ ഒരു ഇണയെ തെരഞ്ഞെടുക്കണം. നമ്മൾ രക്ഷിതാക്കളാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിനും മുമ്പേ തൻ്റെ പെൺകുട്ടിക്ക് അല്ലാഹുവിനെ പേടിയുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടുവെക്കണം. വീടിന്റെ വലുപ്പമല്ല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ആശയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമ്മൾക്കുണ്ടാവണം. വീടിന്റെ വലുപ്പമോ തറവാടോ സമ്പത്തോ അല്ല നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ നോക്കേണ്ടത്. ദീനിന് പ്രാധാന്യം നൽകിയാൽ അവിടെ തന്നെ വൽ ബലദു ത്വയ്യിബു, നല്ല ഭൂമിയുണ്ടായി ആ പിതാവും ആ ഉമ്മയും നന്നാവണം, പിതാവും മാതാവും നന്നാവണം, ഭാര്യയും ഭർത്താവും നന്നാവണം. ഓട്ടോമാറ്റിക്കായി അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ സ്വാലിഹീങ്ങളാകും. അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അവരിൽ നിന്നാണ് ലൈല എന്ന് പറയുന്ന ഒരു മകൾ ജനിക്കുന്നത്. നോക്കണം, നമ്മൾ ഈ പെണ്ണിൽ നിന്നാണ് സാലിം എന്ന് പറയുന്ന മകൻ, അതേപോലെ പാലിൽ വെള്ളം ചേർക്കരുത് എന്ന് പറഞ്ഞ ആ പെണ്ണ്, ഇവരിൽ നിന്നാണ് ലൈല എന്ന് പറയുന്നൊരു മകൾ ഉണ്ടായത്. ഈ ലൈലയെ ആരാണ് വിവാഹം കഴിക്കുന്നത്? അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരാളാണ് കല്യാണം കഴിക്കുന്നത്. അബ്ദുൽ മലിക്കിന്റെ മകൻ അബ്ദുൽ അസീസ് ഖലീഫയുടെ മകനാണ്. ഭരണാധികാരിയായ അബ്ദുൽ മലിക്കിന്റെ മകൻ അബ്ദുൽ അസീസ് ആണ് കല്യാണം കഴിക്കുന്നത് ഈ ലൈല എന്ന് പറയുന്ന പെണ്ണിനെ. ഈ അബ്ദുൽ അസീസ് കല്യാണം കഴിക്കുമ്പോൾ ആദ്യം വെച്ച ഡിമാൻഡ് എന്താണ്? നല്ലൊരു ദീനീ ബോധമുള്ള പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഏറ്റവും ത്വയ്യിബായ 400 ദിർഹം കല്യാണം കഴിക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മിസ്റിലെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ മലിക് ആരാണ്? ഉമവി ഭരണകൂടത്തിലെ ഇസ്ലാമിക സാമ്രാജ്യങ്ങളുടെ ഖലീഫയാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുൽ അസീസ്. അദ്ദേഹം എന്ത് ചെയ്തു? വിവാഹം കഴിക്കുമ്പോൾ നല്ലൊരു ദീനീ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഏറ്റവും ത്വയ്യിബായത്, ത്വയ്യിബ് എന്ന് പറയാം, ഹലാലല്ല. നമ്മുടെ ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് വിവാദം ഉണ്ടായില്ലേ? ഇസ്ലാമിൽ ത്വയ്യിബാണ്, ഏറ്റവും ത്വയ്യിബായ ഭക്ഷണം കഴിക്കണം എന്നാ പറയും. ത്വയ്യിബായ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുക. അദ്ദേഹം പറഞ്ഞു, എന്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഏറ്റവും ത്വയ്യിബായ 400 ദിർഹം മാറ്റിവെക്കണം എന്തിന്? വിവാഹത്തിന് വേണ്ടി. അങ്ങനെ അബ്ദുൽ അസീസ് കല്യാണം കഴിച്ചത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സാലിമിന്റെ മകൾ ലൈല എന്നവരെയാണ്. അവരിൽ നിന്നാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കഥാനായകൻ ജനിക്കുന്നത്. 2.5 വർഷമാണ് അദ്ദേഹം ഇസ്ലാമിക സാമ്രാജ്യത്തിന് നേതൃത്വം നൽകിയത്. പക്ഷേ 25 വർഷത്തിന്റെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. വെറും 2.5 വർഷം കൊണ്ട് 25 വർഷത്തിന്റെ പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനല്ലാതെ വേറെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, വളരെ ചെറുപ്പത്തിലെ പരിശുദ്ധമായ ഖുർആനിനോട് താല്പര്യമുള്ള കുട്ടിയായിരുന്നു ഇത്. ഇദ്ദേഹത്തിന്റെ അമ്മാവന്മാരാണ് കാരണവരാണ് ആര്? ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ല എന്നവർ, അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർ മുത്തബിഉ സുന്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 5 അബ്ദുല്ലമാരുണ്ടായിരുന്നു. ഒന്ന് പ്രഗൽഭരായ 5 അബ്ദുല്ലമാർ, അബാദിലുൽ ഖംസ. ആരൊക്കെ? മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ, അബ്ദുല്ലാഹിബ്നു ത്വൽഹ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ. ഇങ്ങനെ 5 ആളുകൾ ഉണ്ടായിരുന്നു, 5 അബ്ദുല്ലമാരുണ്ടായിരുന്നു. ആ അബ്ദുല്ലമാരിൽ വളരെ പ്രഗൽഭനായ ആളാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കെ കണ്ടു വളരുന്നത് ഈ അബ്ദുല്ലയാണ്. അഥവാ ഉമർ തങ്ങളുടെ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ല എന്നവരുടെ കൂടെയാണ് ജനിച്ചു വളരുന്നത്. വളരെ ചെറുപ്പത്തിലെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി. ഖുർആനോട് താല്പര്യമുണ്ട്. ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ അദ്ദേഹം കരയാറുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലെ അങ്ങനെ തന്നെ നിരന്തരമായി കരയുന്നത് കാണുമ്പോ
ഒരു ദിവസം മാതാവ് ചോദിച്ചു, എന്തിനാണ് മോനെ നീ കരയുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ബിദിക്രിൽ മൗത്ത്, മരണത്തെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. മരണത്തെ ഓർത്തിട്ടാ കരയുന്നത്. പ്രായം എത്ര 10 പോലും ആയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായപൂർത്തിയെത്തിയിട്ടില്ല. അതിനു മുമ്പേ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ മരണത്തെ ഓർത്ത് നിരന്തരമായി കരയാറുണ്ടായിരുന്നു. അതേപോലെ ക്രൂരമായ അക്രമികളായ ഭരണാധികാരികൾക്കെതിരെ എന്തെന്നില്ലാത്ത വിഷമവും ഖേദവും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി, അതേപോലെ തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അങ്ങനെ പല പ്രമുഖരായ ഭരണാധികാരികൾക്കെതിരെയും ഇദ്ദേഹം ഇടയ്ക്കിടെ ശബ്ദിക്കാറുണ്ടായിരുന്നു. കാരണം ഇവരെല്ലാം ലോകത്തിന് സമ്മാനിക്കുന്നത് അക്രമങ്ങൾ മാത്രമാണ് എന്ന് ഇദ്ദേഹം ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവ് മിസ്റിലെ ഗവർണറാണ്, ഭരണാധികാരിയാണ് അബ്ദുൽ അസീസ് എന്നവർ. ഒരു ദിവസം കത്തെഴുതി. മദീനയിലാണ് ഇവരുള്ളത്. മദീനയിലേക്ക് കത്തെഴുതിയെന്ത്, ഭാര്യയെയും മകൻ ഉമറിനെയും അങ്ങ് മിസ്റിലേക്ക് പറഞ്ഞേക്കാൻ. മിസ്റിൽ നിന്ന് പിതാവിന്റെ കത്ത് കിട്ടിയത് ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ കൈകളിലാണ്. അദ്ദേഹം നേരെ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ മാതാവ് ലൈലയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് മിസ്റിലേക്ക്. നിങ്ങൾ പോയിക്കോളൂ. നിങ്ങളുടെ മകനെ നിങ്ങൾ കൊണ്ടുപോകരുത്. ആര്? ഈ മകൻ ഉമറിനെ, രണ്ടാം ഉമറിനെ നിങ്ങൾ കൊണ്ടുപോകരുത്. ഉമർ തങ്ങൾക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. തന്റെ കാരണവന്മാരായ മദീനയിലുള്ള പണ്ഡിതന്മാരുടെ കൂടെ പഠിക്കലും ജീവിക്കലുമായിരുന്നു ഇദ്ദേഹത്തിന്റെ താല്പര്യവും കൂടി. അങ്ങനെ അദ്ദേഹത്തിന്റെ മാതാവ് ഒറ്റയ്ക്കങ്ങ് മിസ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയപ്പോ പിതാവ് ചോദിച്ചു, എവിടെ ഉമർ? അവ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു ഇവിടെ നിൽക്കട്ടെ എന്ന്, മദീനയിൽ ഞങ്ങളുടെ കൂടെ പഠിക്കട്ടെ എന്ന്. അങ്ങനെ സമ്മതിച്ചു. അദ്ദേഹത്തെ തർബിയത്ത് ചെയ്യാൻ സ്വാലിഹ് ഇബ്നു കൈസാൻ എന്ന് പറയുന്ന ഒരു ഉസ്താദിനെ ഏൽപ്പിക്കുകയുണ്ടായി. സ്വാലിഹ് ഇബ്നു കൈസാൻ എന്ന് പറയുന്ന ഒരു ഉസ്താദിനോട് ഇദ്ദേഹത്തിന് നല്ല ശിക്ഷണം നൽകാനും പഠിപ്പിക്കാനും പിതാവ് ഏൽപ്പിക്കുകയുണ്ടായി. ഉസ്താദ് ഉമർ തങ്ങളോട് പറഞ്ഞു, ചെറിയ കുട്ടിയാണ് ആ സമയത്ത്, ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല, കൃത്യമായി പള്ളിയിലേക്ക് വരണമെന്ന്. ഒരു ദിവസം ജമാഅത്തിനെത്താതെ വൈകിപ്പോയപ്പോൾ എന്തേ ജമാഅത്തിനെത്താത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആ കുട്ടി പറഞ്ഞത്, താനിങ്ങനെ വാർന്നുകൊണ്ടിരിക്കുമ്പോൾ, തല ചീകിക്കൊണ്ടിരിക്കുമ്പോൾ സമയം പോയത് എനിക്കറിഞ്ഞില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ജമാഅത്തിൽ പങ്കെടുക്കാൻ നിൽക്കുമ്പോൾ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ തന്നെ ഉസ്താദ് ചോദിച്ചു, തലവാർന്നതിന്റെ പേരിൽ നിന്റെ മുടിയോടുള്ള ഇഷ്ടം കാരണത്താൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുകയാണോ? ഉടനെ തന്നെ മിസ്റിലെ ഗവർണറായ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ അസീസിന് കത്തെഴുതി കൊടുക്കുകയുണ്ടായി. തലവാർന്നു എന്ന കാരണത്താൽ നിങ്ങളുടെ മകന് ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്ന്. ആ പിതാവൊന്നും ആലോചിച്ചില്ല. നോക്കണം നമ്മൾ, ആ പിതാവ് എന്താ ചെയ്തതെന്നറിയോ? അതിന് മറുപടിയൊന്നുമില്ല. മിസ്റിൽ നിന്നൊരാളെ പറഞ്ഞേച്ചു. എന്തിനെന്നറിയോ? ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമായ ആ തലമുടി എന്റെ മകന് വേണ്ട, അത് മുണ്ടനം ചെയ്യണം, അത് വടിച്ചു കളയണമെന്ന് പറഞ്ഞ് മിസ്റിൽ നിന്നൊരാളെ നാട്ടിലേക്ക്, മദീനയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ തല മുണ്ടനം ചെയ്തു എന്നാണ്. മിനിങ്ങളെ, മദ്രസയിൽ എന്തെങ്കിലും മുടി വൃത്തികേടായ രീതിയിൽ വെട്ടിയതിന്റെ പേരിൽ ഉസ്താദൊന്ന് ശാസിച്ചാൽ, എടുക്കണമെന്ന് പറഞ്ഞാൽ, വെട്ടണമെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ആരെങ്കിലും അത് കേൾക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അത് അനുസരിക്കാറുണ്ടോ? ഉസ്താദുമാരെ ചീത്ത പറയുന്നതിന് പകരം നമ്മുടെ മക്കളുടെ ഹെയർ സ്റ്റൈൽ ഒരു മാന്യമായ രീതിയിലേക്ക് വെട്ടാൻ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഞാൻ പറയുന്നത് മക്കളൊക്കെ മൊട്ടയടിച്ച് നടക്കണമെന്നല്ല, തലമുണ്ടനം ചെയ്യണമെന്നല്ല, ഒരു മാന്യമായ രീതിയിൽ നമ്മുടെ മക്കളുടെ ഹെയർ സ്റ്റൈല്, അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ പഠിപ്പിക്കണം, അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ പഠിപ്പിക്കണം. തീരെ വൃത്തികെട്ട ഒരു കൾച്ചറാവരുത്. കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നൊരു സ്റ്റൈലാവരുത്. കാണുമ്പോൾ ആളുകൾ പറയരുത്, എന്താണ് ഇവന്റെ മുടി, എന്താ ഇവന്റെ ഡ്രസ്സ്, എന്താ ഇവന്റെ സ്വഭാവം എന്ന് ആളുകൾ പറയരുത്. ആളുകളെ പറയിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ മക്കളുടെ സ്വഭാവവും നമ്മുടെ മക്കളുടെ വസ്ത്രവും വേഷവിധാനങ്ങളും സംസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിടിച്ചാൽ കിട്ടൂല. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്.
ചെറുപ്പത്തിലെ നമ്മുടെ നിയന്ത്രണത്തിലുണ്ടാവണം. അടിക്കാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല, കണ്ണുരുട്ടാൻ പാടില്ല. മക്കൾ അടിച്ചാൽ, കേസ് ഫയൽ ചെയ്താൽ ഉപ്പമാർക്ക് ശിക്ഷ ലഭിക്കുന്ന വലിയൊരു പാപമാണത്. മക്കൾ അടിക്കാൻ പാടില്ല, മദ്രസയിൽ അടിക്കാൻ പാടില്ല, സ്കൂളിലും അടിക്കാൻ പാടില്ല, എവിടെയും മക്കളെ ഒന്ന് പേടിപ്പിക്കാൻ പോലും പാടില്ല. പണ്ടൊക്കെ വടിയെ പേടിച്ചു പഠിച്ചിരുന്നു, വടിയെ പേടിച്ച് അതവുണ്ടായിരുന്നു, സംസ്കാരമുണ്ടായിരുന്നു. ഈ കാലത്ത് വടി ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ മക്കളെ സംസ്കരിക്കും? അപ്പൊ പിന്നെ എങ്ങനെ മക്കളെ പഠിപ്പിക്കും? അതിന് നമ്മൾ മാറണം. അന്നത്തെ സിസ്റ്റം മാറി, കാലം മാറി, ഇനി നമ്മൾ മാറണം. എങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്? മക്കളെ വടി ഉപയോഗിക്കാതെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് ഉസ്താദുമാര് പഠിക്കണം. മക്കളെ വടി ഉപയോഗിക്കാതെ എങ്ങനെ ശിക്ഷണം നൽകാമെന്ന് രക്ഷിതാക്കൾ പഠിക്കണം. ഉമ്മമാരെ നിങ്ങൾ പഠിക്കണം. യൂട്യൂബ് നോക്കി കേക്ക് ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, യൂട്യൂബ് നോക്കി ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. എങ്ങനെ മക്കളെ പാരന്റിങ് എങ്ങനെയാണെന്ന് ഇഷ്ടം പോലെ ട്രെയിനിങ്ങുകളുണ്ട്, കോഴ്സുകളുണ്ട്, ക്ലാസ്സുകളുണ്ട് യൂട്യൂബിലൊക്കെ. മക്കളെ എങ്ങനെ പഠിപ്പിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം, മക്കളെ എങ്ങനെ സംസ്കരിക്കണം എന്നൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്, പഠിക്കാം. ഉസ്താദുമാരും അതേപോലെ മദ്രസയിലേക്ക് വരുന്ന കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം? വടിയെടുത്തേ പഠിപ്പിക്കാൻ. വടിയെടുത്താൽ പഠിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കുറച്ചു മുമ്പ്. എന്നാൽ ഇന്ന് വടിയെടുത്താൽ ജയിലഴി എണ്ണേണ്ട ഒരവസ്ഥയാണ് നമ്മൾക്കൊക്കെ. അതുകൊണ്ട് വടിയുടെ ഉപയോഗം പൂർണ്ണമായും നമ്മൾ മാറ്റിവെക്കുക. എന്നിട്ട് സ്നേഹിച്ച് പഠിപ്പിക്കാനുള്ള വഴികൾ നമ്മൾ ആലോചിച്ചു തുടങ്ങണം. നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തുകയും വേണം. അടിക്കാനേ പാടില്ല. ഇസ്ലാം പോലും 10 വയസ്സ് വരെ മക്കൾ അടിക്കരുത് എന്നാണ് ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. 7 വയസ്സ് മുതൽ മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിലാണ് മക്കൾ അടിക്കേണ്ടത്. പക്ഷെ അടിക്കേണ്ട ആവശ്യം വരൂല. 7 വയസ്സ് മുതൽ നിരന്തരമായി നിസ്കരിക്കാൻ കൽപ്പിക്കുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് 10 വയസ്സിന്റെ ശേഷം മക്കളെ അടിക്കേണ്ട ആവശ്യം തന്നെ വരൂല എന്ന് വളരെ മനോഹരമായ ഒരു ട്രിക്കാണിത്. വളരെ മനോഹരമായ ഒരു തന്ത്രമാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒരു സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് അല്ലെ. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 3 വർഷം നിങ്ങൾ അടിക്കരുത്. നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ പറയണം. 3 നേരം, 4 നേരം, 5 നേരം. സുബഹി മുതൽ എത്രാം വയസ്സ് മുതൽ? 7-ാം വയസ്സ് മുതൽ 10 വയസ്സ് വരെ. അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയോ? പോരാ. ഓരോ വഖത്തിനും പറയണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതിയോ? പോരാ, നിങ്ങളും നിസ്കരിക്കണം. നിരന്തരമായി 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു പിതാവ്, മക്കളോട് നിസ്കരിക്കാൻ പറയുന്നൊരു പിതാവിന് ആ മക്കളെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സിന്റെ ശേഷം ഒരിക്കലും അടിക്കേണ്ടി വരൂല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സൈക്കോളജിയാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളുടെ വേഷവും വസ്ത്രവും ഹെയർ സ്റ്റൈലും സ്വഭാവവുമെല്ലാം വളരെ മികച്ചതാവാൻ നമ്മൾ നന്നായി അധ്വാനിക്കണം. ഇസ്ലാമിൽ വിവാഹം കഴിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ മക്കളെ അള്ളാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു അമാനത്താണ്, ഒരു സൂക്ഷിപ്പ് മുതലാണ് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവണം. അള്ളാഹു ഒരു വസ്തു സൂക്ഷിക്കാൻ തന്നാൽ അത് എങ്ങനെയാണോ അള്ളാഹു നമ്മൾക്ക് തന്നത് അതേപോലെ തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സ്വർഗക്കാരനായിട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും മക്കളെ തന്നത്. അതേപോലെ സ്വർഗക്കാരനായി അള്ളാഹുവിനും മക്കളെ തിരിച്ചു കൊടുക്കൽ ഓരോ രക്ഷിതാവിന്റെയും കടമയാണ്. അല്ലേ? അള്ളാഹു നമ്മൾക്കൊക്കെ മക്കളെ തന്നത് സ്വർഗക്കാരായിട്ടല്ലേ? അല്ലേ? എന്തെങ്കിലും ഉണ്ടാത്ത കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും ജനിക്കുന്നത് സ്വർഗക്കാരായിട്ടാണ്. എല്ലാ മക്കളും ജനിക്കുന്നത് സ്വർഗക്കാരനായിട്ടാണ്. അത് മുസ്ലിമിൻ്റെതായാലും ഹിന്ദുവിൻ്റെതായാലും ക്രൈസ്തവന്റേതായാലും അവരൊക്കെ ജനിക്കുന്നത് സ്വർഗക്കാരായിട്ടാണ്. അവരുടെ പിതാക്കളാണ്, മാതാവാണ്, പിതാവാണ് അവരെ നരകക്കാരാക്കുന്നത്. അല്ലാഹു നമ്മൾക്ക് സ്വർഗക്കാരനായി ഏൽപ്പിച്ചതാണ്. നമ്മുടെ ഓരോ മക്കളും ആ മക്കളെ സ്വർഗക്കാരാക്കി തിരിച്ചു കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെ വളർത്തണമെന്ന് നന്നായി പഠിക്കണം, അധ്വാനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. സ്വാലിഹ് ഇബ്നു കൈസാൻ എന്ന് പറയുന്ന ഉസ്താദ് കത്തെഴുതുകയാണ് പിതാവിന്, തല വാർന്നതിന്റെ പേരിൽ നിങ്ങളുടെ മകന്റെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്ന്. ആ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ തലമുടി മുണ്ഡനം ചെയ്യാൻ ആ പിതാവ് കൽപ്പിക്കുന്നത്. അങ്ങനെ വളർന്നു ആരുടെ കൂടെ? പണ്ഡിതന്മാരുടെ കൂടെയാണ് വളരുന്നത്. ഏറ്റവും മുന്തിയ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. കാരണം രാജാവായ ഖലീഫയുടെ മകന്റെ മകനാണ് ഉമർ എന്നവർ. അതുകൊണ്ട് ഏറ്റവും മുന്തിയ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഏറ്റവും നല്ല പെർഫ്യൂമാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സുഗന്ധം എത്താറുണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ ജീവിതം നയിച്ചിരുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് അധികാരം എത്തുന്നത് 37ാമത്തെ വയസ്സിലാണ്. അതിനു മുമ്പ് മദീനയുടെ ഗവർണറായിട്ടുണ്ട്, ഹിജാസിന്റെ ഗവർണറായിട്ടുണ്ട്. അങ്ങനെ ആ ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരിച്ച് മിസ്റിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ഡമസ്കസിലേക്ക് എത്തുന്നുണ്ട്. ഡമസ്കസിൽ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് മരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കോ അധികാരം നൽകാതെ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അധികാരം നൽകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം അടുത്ത ഖലീഫയെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. എന്നാൽ മഹാനായ സിദ്ദീഖ് തങ്ങൾ ഒരു 10 ആളുകളോട് ആലോചിച്ചിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത്. ഉമർ തങ്ങളുടെ കാലശേഷം ജനങ്ങൾ ആലോചിച്ചിട്ടാണ് മഹാനായ ഉസ്മാൻ തങ്ങളെ തെരഞ്ഞെടുത്തത്. മഹാനായ അലി തങ്ങളെ തെരഞ്ഞെടുത്തതും ജനങ്ങൾ തീരുമാനിച്ചിട്ടാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ്. എന്നാൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു സ്വന്തമായി അധികാരം ഏറ്റെടുത്ത ആളാണ്. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് തന്റെ മകനെയാണ് അടുത്ത ഭരണാധികാരിയായി ഏൽപ്പിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ഖലീഫയിൽ നിന്ന്, ഖുലഫാക്കളിൽ നിന്ന് രാജാധികാരത്തിലേക്ക് അധികാരം മാറുന്ന രംഗം ഇവിടെയാണ് തുടങ്ങുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദ്യം ഖലീഫ സിസ്റ്റം ആയിരുന്നു, അല്ലാഹുവിന്റെ പ്രതിനിധികളായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധികളായിരുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്തിരുന്ന അമീറുൽ മുഅ്മിനീനായിരുന്നു. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഇതൊരു രാജാധികാരത്തിലേക്ക് മാറുന്നുണ്ട്. പിന്നൊക്കെ രാജാക്കന്മാരാണ്. മഹാനായ മുആവിയ തങ്ങളുടെ ശേഷം യസീദ് വന്നു. ആരാ പറഞ്ഞത്? ഇദ്ദേഹം നോമിനേറ്റ് ചെയ്യാൻ. യസീദ് അടുത്ത ആളെ നോമിനേറ്റ് ചെയ്തു, തന്റെ മകനെ. അങ്ങനെ മകൻ ഇങ്ങനെ വന്നിട്ടാണ് മഹാനായ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിലേക്ക് എത്തുന്നത്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് തന്റെ മക്കൾക്കോ തന്റെ സഹോദരനോ നൽകാതെ ആർക്കാ നൽകുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആൾക്കാ നൽകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നന്മ കണ്ടിട്ടാണത്. കത്തെഴുതി വെക്കുന്നുണ്ട്, വഫാത്തിന്റെ സമയത്ത് എന്റെ ശേഷം അടുത്ത ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആവണമെന്ന്. ആ കത്ത് പിന്നെ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷമാണ് വായിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മിമ്പറിൽ കയറിയിട്ട്, ഈ അധികാരം എനിക്ക് വേണ്ട, ഞാൻ അധികാരം ഏറ്റെടുക്കുന്നില്ല. അധികാരം എന്നുള്ളത് ഒരു മുൾക്കിരീടമാണ് എന്നെന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ മനസ്സിലാക്കണം. അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുന്നവരുണ്ട്, അധികാരത്തിന് വേണ്ടി നോട്ടുകെട്ടുകൾ എറിയുന്നവരുണ്ട്. വലിയ വലിയ മഹല്ലുകളിൽ, വലിയ വലിയ ജമാഅത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ, സെക്രട്ടറി സ്ഥാനം കിട്ടാൻ, ഭാരവാഹികളാവാൻ വേണ്ടി കൊട്ടേഷൻ വരെ നൽകുന്ന ആളുകളുണ്ട്. പൈസ നൽകിയ ആളുകളെ കൂട്ടുന്നവരുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി. അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നവരുണ്ട്. അത് കിട്ടാൻ വേണ്ടി നാട്ടിൽ പ്രശ്നങ്ങളും വിള്ളലുകളും ഭിന്നിപ്പും ഉണ്ടാക്കുന്നവരുണ്ട്. എന്നാൽ എന്താണ് അധികാരം എന്നൊരാൾ മനസ്സിലാക്കിയാൽ, ഇതൊരു മുൾക്കിരീടമാണെന്നുള്ള യാഥാർത്ഥ്യം ഒരാൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും അധികാരം ഏറ്റെടുക്കാൻ അവർ തയ്യാറാവൂല. മഹാനായ സിദ്ദീഖ് തങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ്, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ഉമർ തങ്ങളുടെ നിർബന്ധപ്രകാരം ഏറ്റെടുക്കേണ്ടി വന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധപ്രകാരമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായത്. സിദ്ദീഖ് തങ്ങൾ വഫാത്തിന്റെ സമയത്ത് എഴുതി വെച്ചു, ആരാവണം അടുത്ത ഖലീഫ? ഉമർ തങ്ങളാവണമെന്ന്. അങ്ങനെയാണ് ഉമർ തങ്ങളായത്. ചോദിച്ചു വാങ്ങിയതല്ല, ആരും ചോദിച്ചു വാങ്ങിയിട്ടില്ല. എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരോട് പറഞ്ഞു, ഇത് ഞാൻ നിർബന്ധിപ്പിക്കപ്പെട്ടവനാണ്, എന്നെ ജനങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടില്ല.
നിങ്ങളെല്ലാവരും എന്നെ ബൈഅത്ത് ചെയ്താലേ, നിങ്ങളെല്ലാവരും ഞാനൊരു ഭരണാധികാരിയായി ഖലീഫയായി അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ഖലീഫയായി തുടരാൻ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. ജനങ്ങളെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞു, ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഭരണാധികാരി, നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഖലീഫ, ധൈര്യമായി നിങ്ങൾ ഭരിച്ചോളൂ, നിങ്ങൾ ഞങ്ങളെ ബറക്കത്തോടെ ഐശ്വര്യത്തോടെ ക്ഷേമത്തോടു കൂടി ഭരിക്കണമെന്ന് ജനങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ ഒറ്റക്കെട്ടായി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അധികാരം ഏറ്റെടുക്കാൻ തയ്യാറായത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദ്യമായി അധികാരം ഏറ്റെടുത്ത ഉടനെ അദ്ദേഹം ചെയ്തതെന്താണെന്നറിയോ? ആദ്യമായി അധികാരം ഏറ്റെടുത്ത ഉടനെ അദ്ദേഹം ചെയ്തതെന്താണെന്നറിയോ? സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കും അതേപോലെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നിവരും ഒരുപാട് ക്രൂരന്മാരായ ആളുകൾ അധികാരം ഏൽപ്പിച്ചിരുന്നു. ആ അധികാരികളെ എല്ലാം തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയും അള്ളാഹുവിനെ പേടിയുള്ള ആളുകളെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഒരു ആരാച്ചാറുണ്ടായിരുന്നു, ഘാതകൻ. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് പറഞ്ഞാൽ കൊല്ലുന്ന ഒരു ആരാച്ചാർ. അദ്ദേഹത്തെ മാറ്റി, എന്നിട്ട് പകരം വേറെ ഒരാളെ നിക്ഷേപിക്കുകയാണ്, വേറെ ഒരാളെ നിയമിക്കുകയാണ്. അയാളോട് പറഞ്ഞത്, നിങ്ങൾ നല്ലൊരു നിസ്കാരക്കാരനാണെന്ന് എനിക്കറിയാം, രാത്രിയായാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങുന്ന ആളല്ല, എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ച് നിസ്കരിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ഒരു ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ അധികാരം തരുന്നത് എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പകരം വേറെ ഒരാളെ നിയമിക്കുന്നുണ്ട്. അതേപോലെ വേറൊരു നിസ്കാരക്കാരനെ കണ്ടു. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരാളെ നിയമിക്കുകയാണ്. എന്താണ് അയാളുടെ പണി? ഈ നിസ്കാരക്കാരന്റെ സമീപത്ത് പോയി നീ പറയണം, നിനക്കറിയാമല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എനിക്കുള്ള സ്ഥാനം എന്താണെന്നറിയാലോ. ഉമർ തങ്ങൾക്കാണെങ്കിൽ നിസ്കാരക്കാരെ, അള്ളാഹുവിനെ പേടിയുള്ളവരെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം ഞാൻ ഉമറിനോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്നാലിന്നൊരു പ്രവിശ്യയിൽ ഗവർണർ സ്ഥാനം വാങ്ങിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന് അയാളോട് ചോദിക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരാളെ ഏൽപ്പിച്ചു. പറഞ്ഞതുപോലെ അദ്ദേഹം പോയി. എന്നിട്ട് ആ നിസ്കാരക്കാരനോട് ചോദിച്ചു, ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തക്കാരനാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തുള്ള സ്ഥാനം നിങ്ങൾക്കറിയാമല്ലോ. ഉമർ തങ്ങൾക്കാണെങ്കിൽ നിസ്കാരക്കാരോട്, അള്ളാഹുവിനെ പേടിക്കുന്ന ഭയഭക്തിയുള്ള ആളുകളോട് താല്പര്യവും കൂടിയാണ്. അതുകൊണ്ട് ഇന്നാലിന്നൊരു പ്രവിശ്യയിൽ നിങ്ങളെ ഗവർണറാക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചപ്പോഴാണ് ആ നിസ്കാരക്കാരൻ പറഞ്ഞത്, ഒരു വർഷത്തേക്കുള്ള സാലറി ഞാൻ നിങ്ങൾക്ക് തരാം, ഒരു വർഷത്തേക്കുള്ള എന്റെ വരുമാനം ഞാൻ നിങ്ങൾക്ക് തരാം. പറഞ്ഞതുപോലെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഒരു വിഷയം സൂചിപ്പിക്കുകയുണ്ടായി. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, പരീക്ഷണത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അധികാരത്തോട് താല്പര്യമുള്ളത് കൊണ്ടല്ലേ ഒരു വർഷത്തെ സാലറി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. അത്തരം ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നിട്ട് അദ്ദേഹത്തിന് സ്ഥാനം നൽകിയില്ല മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ തസ്അലിൽ ഇമാറ, നിങ്ങൾ ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. അധികാരം നിങ്ങൾ ചോദിച്ചു വാങ്ങാൻ പാടില്ല. അധികാരം ചോദിച്ചു വാങ്ങിയാൽ നിങ്ങൾക്കതൊരു ബാധ്യതയായി മാറുമെന്ന്, ഒരു മുൾക്കിരീടമായി മാറുമെന്ന്. എന്നാൽ ജനങ്ങളെല്ലാവരും നിർബന്ധിപ്പിച്ച് നിങ്ങൾക്കൊരു സ്ഥാനം നൽകിയാൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുകയും ചെയ്യരുത്. കാരണം അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ഭരണകാലയളവിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വരുമ്പോൾ ശരിയാക്കാൻ അള്ളാഹു മലക്കുകളെ തന്നെ നിയമിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാർട്ടിയായാലും സംഘടനയായാലും ജമാഅത്തായാലും നാടായാലും ഏത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അധികാരം ഏറ്റെടുക്കുമ്പോഴും ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ കഴിയാതെ ഒരാളും അധികാരം ഏറ്റെടുക്കാൻ പോകരുത്. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ഏതാണ് ആ ഉത്തരവാദിത്വം എന്നറിയോ? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളോട് അല്ലാഹു തആല
നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച്, നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലു റാഇൻ ഫീ ബൈതിഹി, ഒരു വീടിന്റെ ഭരണാധികാരി പിതാവാണ്. വീട്ടിലുള്ള മക്കളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, പിതാവിനെ കുറിച്ച്, മാതാവിനെ കുറിച്ച് അള്ളാഹു വീട്ടുകാരിൽ ആരോടാ ആദ്യം ചോദിക്കുന്നത്? വീട്ടിലുള്ള പിതാവിനോടാണ്. എന്നാൽ ഭർത്താവിന്റെ അഭാവത്തിൽ, ഭർത്താവ് വീട്ടിലില്ലാത്ത സമയങ്ങളിൽ വീടിന്റെ ഭരണാധികാരി ഉമ്മയാണ്. വീടിന്റെ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ഉമ്മയോടായിരിക്കും ചോദിക്കുന്നതെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ പിതാവ് ഗൾഫിലാണ്, മക്കള് മോശമായാൽ ഉത്തരവാദി മാതാവാണ്. പിതാവ് പുറത്ത് ജോലിക്ക് പോകുന്ന ആളാണ്, മക്കള് മോശമായാൽ ഉത്തരവാദി വീട്ടിലുള്ള മാതാവാണ്. വീടിന്റെ ചെലവ് നിയന്ത്രിക്കേണ്ടത് മാതാവാണ്, വീടിന്റെ എക്സ്പെൻസുകൾ നിയന്ത്രിക്കേണ്ടത് മാതാവാണ്, മക്കളുടെ സംസ്കാരം നിയന്ത്രിക്കേണ്ടത്, മക്കളെ പഠിപ്പിക്കേണ്ടത്, മക്കൾക്ക് കൾച്ചർ നൽകേണ്ടത്, മക്കൾക്ക് അച്ചടക്കം നൽകേണ്ടത് എല്ലാം വീട്ടിലുള്ള മാതാവാണ്. കാരണം പിതാവ് വീട്ടിലില്ല, വീടിന്റെ പുറത്താണ്. അല്ലാഹു തആല ഉമ്മമാരെ നിങ്ങളുടെ കയ്യിലാണ് ഈ അധികാരം നൽകിയത്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ അതിന് പകരം അല്ലാഹു സ്വർഗം നൽകുമെന്ന്. ആരോടാ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഉമ്മുക സുമ്മ ഉമ്മുക സുമ്മ ഉമ്മുക. ആദ്യം നിന്റെ ഉമ്മയോട്, രണ്ടാമതോ അതും നിന്റെ ഉമ്മയോട്, മൂന്നാമതോ അതും നിന്റെ ഉമ്മയോട്, നാലാമതാണ് നിന്റെ പിതാവ്. എന്തുകൊണ്ട്? പിതാവ് വീട്ടിലില്ലാത്തവരാണ്. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത് മാതാവാണ്. മക്കളുടെ കഷ്ടപ്പാട് കാണുന്നത് മാതാവാണ്. മക്കളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് മാതാവാണ്. എവിടെ മുതൽ? പ്രസവം മുതൽ, ഗർഭകാലം മുതൽ, പ്രസവവും മുലപ്പാലും. അതുകൊണ്ട് ആ മക്കൾ ഒരു 5-6 വയസ്സെത്തുന്നത് വരെ മാതാവ് സഹിക്കുന്ന ത്യാഗം എത്രയാണ്. അത് കഴിഞ്ഞാൽ മക്കളുടെ പഠിപ്പിക്കുന്ന കാര്യം. പിന്നെ ഉപ്പമാർക്ക് എന്താ പണി? അവര് രാവിലെ എണീറ്റ് പോകുന്നു എന്തെങ്കിലും വീട്ടുകാർക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി. ആ ജോലിയുടെ ഭാരമേ പിതാവിനുള്ളൂ. ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നത്, റിസ്കുകൾ ഏറ്റെടുക്കുന്നത് ഉമ്മയായതുകൊണ്ട് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഉമ്മയ്ക്കാണ് ഇസ്ലാമിൽ സ്ഥാനമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഭംഗിയായി ഒരു മാതാവ് ഉമ്മയെ, ഒരു മാതാവ് മക്കളെ വളർത്തിയാൽ അല്ലാഹു തആല മക്കള് നന്നായതിന്റെ പേരിൽ മാതാവിന് സ്വർഗം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പരിശുദ്ധമായ ഹദീസിൽ പറഞ്ഞിട്ടില്ലയോ? ഖബറാളി, ഖബറിലെ ഒരു മാതാവ്, ഖബറിലുള്ളൊരു പിതാവ് നിരന്തരമായി നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ആശ്വാസം ലഭിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കുമത്രേ, അന്നാലി ഹാദാ, അല്ലാഹുവേ ഇന്നലെ വരെ പ്രയാസം അനുഭവിച്ചിരുന്ന എനിക്ക് ഇന്നെങ്ങനെ ആശ്വാസമുണ്ടായി? ഇന്നലെ വരെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ അനുഭവിച്ചിരുന്ന എന്റെ ഖബറിലേക്ക് ഇന്നെങ്ങനെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദികാലക, നീ ജീവിക്കുന്ന കാലത്ത് മക്കളെ നന്നാക്കാൻ വേണ്ടി ത്യാഗം ചെയ്തിട്ടില്ലയോ? അധ്വാനിച്ചിട്ടില്ലയോ? കഷ്ടപ്പെട്ടിട്ടില്ലയോ? പ്രയാസം അനുഭവിച്ചിട്ടില്ലയോ? അതിന്റെ കാരണത്താൽ മക്കള് നന്നായി. ആ മക്കള് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തത് കാരണത്താലാണ്, ആ മക്കള് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കാരണത്താലാണ് നിങ്ങൾക്ക് ഖബറിൽ പെട്ടെന്ന് മാറ്റമുണ്ടായത് എന്ന് അല്ലാഹു മരിച്ചു കിടക്കുന്ന പിതാവിനോട്, മരിച്ചു കിടക്കുന്ന മാതാവിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് ദീൻ നൽകാൻ തയ്യാറാവണം. മക്കൾക്ക് ദീൻ നൽകണം, അതിന്റെ കൂടെ വിദ്യാഭ്യാസം നൽകണം. മതവും ഭൗതികതയും രണ്ടും നൽകണം. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത് അക്രമികളായ ഓഫീസർമാരെ, അക്രമികളായ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുകയും അതിലേക്ക് അല്ലാഹുവിനെ പേടിയുള്ള, അല്ലാഹുവിനെ ഭയമുള്ള ആളുകളെ നിയമിക്കുകയും ചെയ്തു. പിന്നെന്താ അദ്ദേഹം ചെയ്തത്? ഇതുവരെ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന പബ്ലിക് പ്രോപ്പർട്ടി, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പൊതുമുതൽ, അതിനെ രാജാക്കന്മാരും അവരുടെ കുടുംബവും വേണ്ടുവോളം തിന്ന് തീർക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഭരണാധികാരികളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 4 ഖലീഫമാരുടെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. 4 ഖലീഫമാര് ഭരിക്കുമ്പോൾ അങ്ങനെയായിരുന്നില്ല. ബക്കറ്റ് വരുന്നുണ്ടല്ലേ? അപ്പൊ അദ്ദേഹം അധികാരം ഏറ്റെടുത്ത് രണ്ടാമതായി അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ? പൊതുമുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും പൊതുമുതൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല.
പള്ളിയുടെ കാര്യങ്ങൾ, പാർട്ടിയുടെ കാര്യങ്ങൾ, സംഘടനയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒരു രൂപ പോലും നമ്മുടെ കൈകളിലേക്ക് എത്താതെ സൂക്ഷിക്കണം. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ടേക്ക് വരരുത് എന്ന സൂക്ഷ്മത നമ്മൾ പാലിക്കണം. ഇല്ലെങ്കിൽ ഹറാമാണ് നമ്മൾ കഴിക്കുന്നത്. ഹറാം കഴിച്ചു വളരുന്ന ഒരു ശരീരവും നാളെ സ്വർഗത്തിലെത്തൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാം തിന്നുന്ന ഒരു ശരീരവും നാളെ സ്വർഗത്തിലെത്തൂല, നരകത്തിലേക്കാണ് പോകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നുൽ ലുത്ബിയ എന്ന് പറയുന്ന ഒരാളെ സക്കാത്തിന്റെ മുതൽ കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുകയുണ്ടായി. ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്തിന്റെ മുതൽ പിരിക്കാൻ വേണ്ടി ഇബ്നുൽ ലുത്ബിയ എന്ന് പറയുന്ന ഒരാളെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞേക്കുകയുണ്ടായി. അദ്ദേഹം സമ്പാദ്യവുമായി തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഒരു കയ്യിൽ 2 കെട്ടുണ്ട്. ഒരു കയ്യിൽ അദ്ദേഹം പിരിച്ചു കൊണ്ടുവന്ന സക്കാത്ത് അഥവാ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കേണ്ട മുതല്, മറ്റേ കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റുകളാണ്. ഗിഫ്റ്റുകൾ കിട്ടൂലേ? ഇപ്പൊ നാട്ടിൽ നിന്ന് പള്ളിയുടെ പിരിവിന് വേണ്ടി ഗൾഫിലേക്ക് പോയാൽ പള്ളിക്കൊരു 10,000 കൊടുക്കുമ്പോ പിരിവിന് പോയ ആളുകൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കും. ഗൾഫിലുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു 1000 ദിർഹംസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊടുക്കും. അങ്ങനെ സക്കാത്ത് പിരിക്കാൻ പോയ ഈ സ്വഹാബിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇതെന്താണെന്ന്? ഇത് നിങ്ങളെ ബൈത്തുൽ മാലിലേക്കുള്ളതാ, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ മിമ്പറിൽ കയറി ആളുകളെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അയാൾക്ക് അയാളുടെ ഉമ്മയുടെ കൂടെ, അയാളുടെ ഉപ്പയുടെ കൂടെ വീട്ടിലിരിക്കാമായിരുന്നില്ലേ? അയാൾക്ക് അയാളുടെ ഉമ്മയുടെ കൂടെ, അയാളുടെ ഉപ്പയുടെ കൂടെ വീട്ടിലിരിക്കാമായിരുന്നില്ലേ? എന്നാൽ നോക്കാമായിരുന്നു ആരൊക്കെ വീട്ടിലേക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് നോക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടാ ഗിഫ്റ്റ് കിട്ടിയത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രതിനിധിയായി, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉദ്യോഗസ്ഥനായി സക്കാത്ത് പിരിക്കാൻ പോയത് കൊണ്ടല്ലേ പിരിവ് കിട്ടിയത്, ഗിഫ്റ്റ് കിട്ടിയത്. അതും കൂടി ബൈത്തുൽ മാലിലേക്കുള്ളതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരി തന്നെയാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ഉദ്യോഗസ്ഥനായത് കൊണ്ടാണ് ഗിഫ്റ്റ് കിട്ടിയത്. വീട്ടിൽ ഉപ്പയുടെ കൂടെ ഉമ്മയുടെ കൂടെ ഇരുന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കിട്ടുമായിരുന്നോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹറാമായ സമ്പാദ്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കലരാതെ സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് ഈ വിഷയം ഏറ്റെടുക്കേണ്ടത് വീട്ടിലുള്ള ഉമ്മമാരാണ്, വീട്ടിലുള്ള സഹോദരിമാരാണ് ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് പറയണം, നിങ്ങൾ ഹറാം കൊണ്ടുവരരുതേ. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, വസ്ത്രമൊരൽപ്പം പഴയതായാലും കുഴപ്പമില്ല, വീടൊരൽപ്പം ചെറുതായാലും കുഴപ്പമില്ല, വണ്ടി ഒരൽപ്പം ചെറുതായാലും പ്രശ്നമില്ല, ഹറാം കൊണ്ടുവരരുതേ. ഹറാമായ സമ്പാദ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് പ്രത്യേകമായി ഭാര്യമാരെ നിങ്ങൾ പറയേണ്ടതുണ്ട്. പഴയകാല ഉമ്മമാരങ്ങനെ പറയാറുണ്ടായിരുന്നു. ഹറാമ് തിന്നു വളരുന്ന ഒരാളും സ്വാലിഹീങ്ങളാവൂല എന്ന് മാത്രമല്ല, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലെത്തൂല, അവർ നരകാവകാശികളായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈബർ യുദ്ധം കഴിഞ്ഞ് മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ പിരിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് വരുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരടിമയായ ഒരു സ്വഹാബി ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു യോദ്ധാവിന്റെ അമ്പേറ്റ്, അസ്ത്രമേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു സ്വഹാബി ഒരു ശത്രുവിന്റെ അസ്ത്രമേറ്റ്, അമ്പേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്നത്. ഉടനെ തന്നെ മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ പറഞ്ഞു, ഹനീഅൻ ലഹുൽ ജന്ന, എന്തോ ഒരു ഭാഗ്യവാനാണ് അയാൾ. കാരണം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹം ഷഹീദാവുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗമല്ലാതെ പിന്നെ എന്താ നൽകുന്നത് എന്ന് മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ പറയുമ്പോഴാണ് ഉടനെ തന്നെ നബി തങ്ങൾ ചോദിച്ചത്, നിങ്ങളോട് ആരാണ് ഇയാൾ സ്വർഗത്തിൽ എന്ന് പറഞ്ഞത്?
നിങ്ങളോട് ആരാ ഇയാൾ സ്വർഗത്തിലെന്ന് പറഞ്ഞത്? ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവിടെ നിന്ന് കിട്ടിയ ഒരു ഷാളുണ്ട്, ഒരു തട്ടമുണ്ട്. അത് സത്യത്തിൽ ബൈത്തുൽ മാലിൽ വെക്കേണ്ട പൊതുമുതലായി ഉപയോഗിക്കേണ്ട, പൊതു ഖജനാവിൽ നിക്ഷേപിക്കേണ്ട ഒരു തട്ടം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, അന്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് നാളെ കത്തിച്ചൊലിക്കുന്ന തീയായി, നരകാഗ്നിയായി അദ്ദേഹത്തെ പരീക്ഷിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂക്ഷിക്കേണ്ട വിഷയമല്ലയോ ഇത്? ആരാരും ശ്രദ്ധിക്കാത്ത ഒരു തട്ടം, ഒരു ഷാള്, പൊതുമുതലാണത്. ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്നല്ല, വില കുറച്ച് കാണുന്നുണ്ടോ ഇല്ലേ എന്നല്ല, ഒരു 10 രൂപയാണോ 1 രൂപയാണോ എന്നില്ല. മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് അന്യായമായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ നരകത്താൽ കത്തിജ്വലിക്കുന്ന തീജ്വാലയായി നിങ്ങളുടെ കഴുത്തിലുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ, യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടുപോയിട്ടുണ്ട് നബിയേ. അപ്പൊ ഞാൻ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ആർക്കും വേണ്ടാതെ തെറിച്ചുപോയ, ആർക്കും വേണ്ടാതെ ഒഴിവാക്കപ്പെട്ട ചെരുപ്പുകളിൽ നിന്ന് വാറ് പറിച്ചെടുത്ത് എന്റെ ചെരുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നബിയേ. ആ ചെരുപ്പിന്റെ വാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ശിറാകുൻ ഔ ശിറാകാനി മിനന്നാർ, നരകത്തിലേക്കുള്ള ചെരുപ്പാണ് കേട്ടോ അത്. ആർക്കാർക്കും വേണ്ടാത്ത, എല്ലാവരും ഒഴിവാക്കപ്പെട്ട, യുദ്ധത്തിൽ നിന്ന് ഗനീമത്തായി കിട്ടേണ്ട മുതലല്ലയോ അത്, യുദ്ധത്തിൽ നിന്ന് ബാക്കിയുള്ളതല്ലയോ, അതുപോലും അന്യായമായി ഉപയോഗിക്കരുത്, സമ്മതമില്ലാതെ ഉപയോഗിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു പേന പോലും സമ്മതമില്ലാതെ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ദീൻ നിങ്ങളെ പ്രേരിപ്പിക്കണം. മറ്റൊരാൾ അറിയാതെ അയാളുടെ കയ്യിൽ നിന്നൊരു നയാ പൈസ പോലും എടുക്കാൻ പാടില്ല എന്ന് പറയണം. എന്താ കോളേജിന്റെ ഒക്കെ കഥ? കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി സ്റ്റുഡൻസ് ഉണ്ടാകും, ഫൈനൽ സ്റ്റുഡൻസ്, PG സ്റ്റുഡൻസ്. എന്താ നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്? കോളേജിലേക്ക് കടന്നു വരുന്ന ജൂനിയേഴ്സിനെ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ റാഗ് ചെയ്യുന്നുണ്ടല്ലോ. എന്തിന്റെ പേരിലാ? ആരാ നിങ്ങൾക്ക് അവകാശം തന്നത്? എന്താ കോളേജിന്റെ സിസ്റ്റം എന്നറിയോ? കോളേജിലേക്ക് കടന്നു വരുന്ന ജൂനിയേഴ്സിനെ കൊണ്ട് ബില്ലടിപ്പിക്കുക. 1000-ന്റെയും 500-ന്റെയും തിന്നിട്ട് സീനിയർമാർ അവരോട് പറയാ പോയിട്ട് ബില്ലടക്കാൻ. ആരായി അവകാശം കൊടുത്തത്? എന്തിന്റെ പേരിൽ? എത്ര ക്രൂരമായിട്ടാണ് പീഡിപ്പിക്കുന്നത്. മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ വരെ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുകയാണ്. ആരെ? ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിനെ, +1-ലും ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന +2-കാരെ, +1-കാരെ, PGയിലെ സീനിയേഴ്സ്, ഫസ്റ്റ് ഇയേഴ്സിനെ. അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് സമാധാനമാ പറയാ. എങ്ങനെയാണ് നമ്മൾക്ക് ജൂനിയേഴ്സിനെ പീഡിപ്പിക്കാനും റാഗ് ചെയ്യാനും ആരാ സമ്മതം തന്നത്? ആരാ പെർമിഷൻ തന്നത്? സ്ഥാപനത്തിന്റെ കലാലയത്തിന്റെ അധികാരികൾ പോലും മിണ്ടുന്നില്ല. ജൂനിയേഴ്സിന് പരാതി പറയാൻ പേടിയാണ്, അധ്യാപകരോട് പരാതി പറയാൻ പേടിയാണ്. എന്തേ? അധ്യാപകരോട് പരാതി പറഞ്ഞാൽ ക്യാമ്പസിന്റെ പുറത്ത് വെച്ച് തല്ല് കിട്ടുമെന്നുള്ള പേടി, ക്യാമ്പസിന്റെ പുറത്ത് വെച്ച് ചങ്ങാതിമാരെ കൂട്ടി അടിക്കുമെന്ന പേടി. ക്യാമ്പസിന്റെ പുറത്ത് അടി കിട്ടിയാൽ പിന്നെ കോളേജിൽ പരാതി പറഞ്ഞ കോളേജിന്റെ ഉത്തരവാദികൾ കൈയൊഴിയുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ക്യാമ്പസിന് പുറത്താണ്. അതുകൊണ്ട് എല്ലാവർക്കും പരാതി പറയാൻ പേടി. നിരന്തരമായി ജൂനിയേഴ്സിന്റെ, ഫസ്റ്റ് ഇയേഴ്സിലെ കുട്ടികളെ പീഡിപ്പിക്കുന്നത് ഇന്ന് എല്ലാ കലാലയങ്ങളിലും സർവ്വസാധാരണയാണ്. ഒരു മടിയുമില്ല, ആർക്കും ഒരു മടിയില്ല. അതൊക്കെ ഇവിടുത്തെ സിസ്റ്റം എന്നാ പറയാ. എത്ര നിസ്സാരമായിട്ട് കുട്ടികളൊക്കെ പേടിച്ചിട്ടവര്, സീനിയേഴ്സിന്റെ അടുത്തേക്ക് പേടിച്ചിട്ടവര്. ഇങ്ങനെയാണോ കലാലയങ്ങളിലേക്ക് പോവേണ്ടത്? എല്ലാവർക്കും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ ഉപ്പമാരുണ്ടാക്കിയ കലാലയങ്ങളല്ല. നീയും കെട്ടുന്നത് ഫീസ്, ജൂനിയേഴ്സും കെട്ടുന്നത് ഫീസ്. എന്തധികാരത്തിലാണ് ചോദ്യം ചെയ്യുന്നത്? എന്തധികാരത്തിലാണ് മുടിവെട്ടാൻ പറയുന്നത്? സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് മുടിവെട്ടാൻ പറയാ. നീ എന്തിനാടോ അങ്ങനെ മുടിവെച്ചത്? നീ എന്തിനാടോ അങ്ങനെ താടി വെച്ചത്? താടി പഠിക്കാൻ പറയാ. ബൈക്കിൽ വന്നാൽ ബൈക്ക് നിർത്തി പൈസ വാങ്ങിക്കുക. എന്തൊരു തോന്നിവാസമായത്! നമ്മുടെ മുസ്ലിം കുട്ടികൾക്ക് എങ്ങനെ ഇതിനൊക്കെ ധൈര്യം വരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ആരായി കൾച്ചർ പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടെ പറയാണ്, ഏത് കലാലയങ്ങളായാലും ഏത് ക്യാമ്പസുകളായാലും മറ്റൊരാളുടെ ശരീരത്തെ തൊടാൻ അല്ലാഹു നമ്മൾക്ക് സമ്മതം തന്നിട്ടില്ല. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം.
നമ്മൾക്ക് മറ്റൊരാളുടെ എല്ലാം ഹറാമാണ്. നീ തിന്നു വീർപ്പിക്കുന്ന നിന്റെ വയറുണ്ടല്ലോ, ജൂനിയേഴ്സിന്റെ ക്യാഷ് കൊണ്ട് വീർപ്പിക്കുന്ന നിന്റെ പള്ള, അത് നരകത്തിലേക്കുള്ള വയറാണെന്ന് മനസ്സിലാക്കിക്കോളണം. 1000-ന്റെയും 2000-ന്റെയും ബില്ല് നൽകി നിർബന്ധിപ്പിച്ചവരോട് ബില്ല് ചെയ്യിപ്പിക്കുന്ന നിന്റെ വയറ് നരകത്തിലേക്കുള്ള വയറാണ്. സമ്മതമില്ലാത്ത ഹറാമായ ഭക്ഷണമാണത്. അതേപോലെ തന്നെ നീ അവന്റെ ശരീരത്തിൽ കൈവെക്കുന്നത്, അടിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, അതെല്ലാം നാളെ നരകത്തിലേക്കുള്ള പ്രവർത്തനമാണെന്ന് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കണം. എന്തോ ഒരു കാടത്തമാണിത്, എന്തോ ഒരു സംസ്കാര ശൂന്യതയാണിത്. ഇതൊക്കെയാണോ സംസ്കാരം എന്ന് പറയുന്നത്? എന്നിട്ട് ഞാൻ സീനിയർ ആണെന്ന് പറഞ്ഞ് ജാടയോടെ നടക്കാം. എന്നിട്ട് ഈ പീഡിതരായ ജൂനിയേഴ്സ് അടുത്ത വർഷം അവരും പീഡിപ്പിക്കാൻ തുടങ്ങാം. നിങ്ങൾക്കെങ്കിലും ഒരു പാഠം വേണ്ടേ? നിങ്ങൾ പേടിച്ചിട്ടാ കോളേജിൽ വന്നത്. അതുകൊണ്ട് അടുത്ത ജൂനിയേഴ്സ് എങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ പഠിക്കാൻ വരട്ടെ. പീഡനത്തിന്റെ പേരിൽ, റാങ്കിങ്ങിന്റെ പേരിൽ എത്ര മരണമാ കേരളത്തിൽ നടന്നത്. എന്നിട്ടും എന്തേ അധികാരികൾ കണ്ണു തുറക്കാത്തത്, ആർക്കും ഒരു പ്രശ്നമില്ലാത്തത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങളിത് ചെയ്യരുതേ, നിങ്ങളിത് ചെയ്യരുതേ. ഇതിനു വേണ്ടിയല്ല അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത്, ഇതിനു വേണ്ടിയല്ല അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത്. മാന്യന്മാരായി സംസ്കാരമുള്ളവരായിട്ട് മാറാനാണ്, ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ, എല്ലാവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ, എല്ലാവരെയും ബഹുമാനിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത്. അതല്ലാതെ മറ്റൊരാളെ വേദനിപ്പിക്കാനല്ല. നമ്മളെക്കാൾ ചെറിയവരെ സ്നേഹിക്കാനും നമ്മളെക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കാനും പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. മുടിവെട്ടാനും താടിവെട്ടാനും അവർക്കറിയാം. നിന്നെ ആ ഉത്തരവാദിത്വം ആരും ഏൽപ്പിച്ചിട്ടില്ല. അവരുടെ അധ്യാപകന്മാരുണ്ട്, അവരുടെ ചോടിമാരുണ്ട്, അവരുടെ പ്രിൻസിപ്പൽമാരുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്. നീ നിന്റെ പണിയെടുത്താൽ മതി, നീ പഠിക്കാൻ പോയാൽ പഠിച്ചാൽ മതി. അള്ളാഹുവിനെ പേടി ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതേപോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് മുസ്ലിം പെൺകുട്ടികളടക്കമുള്ള എല്ലാ പെൺകുട്ടികളോടും പാൻസ് ധരിച്ചു വരാൻ പറയുമ്പോ ചാനലുകൾക്ക് മുമ്പിൽ തട്ടവും ഇട്ട് വന്ന് ഞങ്ങൾക്കതിൽ കംഫർട്ട് ആണെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ വരുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു വിഷയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. ആൺവേഷം ധരിക്കുന്ന പെണ്ണിനെയും പെൺവേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന്. നിനക്കെത്ര കംഫർട്ട് ഉണ്ടെങ്കിലും ശരി, നിനക്കെത്ര സൗകര്യമുണ്ടെങ്കിലും ശരി, നിനക്കെത്ര സുഖമുള്ളതാണെങ്കിലും ശരി, ഇവിടെയുള്ള നിരീശ്വരവാദികൾ അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുമ്പോ എത്ര ലാഘവത്തോടെയാണ് അതിനെയൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നത്? എത്ര ലാഘവത്തോടെ! വില്ലിൽ നിന്ന് അസ്ത്രം തെറിച്ചു പോകുന്നത് പോലെ ഈമാൻ തെറിച്ചു പോകുന്ന ഒരു കാലം വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതിനൊക്കെ ട്രോളാൻ ലിബറലിസം തലയ്ക്ക് പിടിച്ച ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇതൊന്നും പ്രസംഗിക്കാൻ ഇന്ന് പാടില്ല. ഇതൊക്കെ പ്രസംഗിച്ചാൽ പിന്നെ ട്രോളുകളാണ്. വീഡിയോകളും ഇമേജുകളുമായി ട്രോളുകൾ. സാധുമാരുടെ പ്രഭാഷണത്തെ കുറിച്ച് നമ്മൾ കാടന്മാർ, നമ്മൾ അപരിഷ്കൃതർ, ഇവരൊക്കെയാണ് വലിയ പരിഷ്കാരികൾ. എന്താ പരിഷ്കാരം? എന്താ പരിഷ്കാരം? ആണിന്റെ വസ്ത്രം ധരിക്കാൻ ഒരു പെണ്ണിനെ നിർബന്ധിപ്പിക്കലാണോ പരിഷ്കാരം എന്ന് പറയുന്നത്? എല്ലാവർക്കും അവരവരുടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബാലുശ്ശേരിയിലുള്ള ആ കോളേജിന്റെ വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ്? 300 കുട്ടികളിൽ 200 കുട്ടികൾ പെൺകുട്ടികളാണ്, 60 കുട്ടികളാണ് ആൺകുട്ടികളുള്ളത്. എന്നിട്ട് എന്തിന്റെ പേരിലാണ് 200 പെൺകുട്ടികളോട് 60 ആൺകുട്ടികളുടെ വേഷം ധരിക്കാൻ പറയുന്നത്? നിങ്ങൾ ചോദിക്കും, ഈ പാന്റും ഷർട്ടും ആണിന്റെ വസ്ത്രമാണെന്ന് ആരാ പറഞ്ഞതെന്ന്? എന്നാൽ ഞങ്ങളും ചോദിക്കട്ടെ, സാരി പെണ്ണിന്റെ വസ്ത്രമാണെന്ന് ആരാ പറഞ്ഞത്? ചുരിദാർ പെണ്ണിന്റെ വസ്ത്രമാണെന്ന് ആരാ പറഞ്ഞത്? ആ 60 ആൺകുട്ടികൾക്ക് എന്തേ ചുരിദാർ ഇട്ട് വന്നാൽ? ഇതാണോ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്? ഇതാണോ ലിംഗസമത്വം എന്ന് പറയുന്നത്? എന്നിട്ട് നാണമില്ലാതെ, ഉണുപ്പില്ലാതെ അതിനെ ന്യായീകരിക്കാൻ വരുന്ന തട്ടമിട്ട പെൺകുട്ടികൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തൊരു തോന്നിവാസമാണിത്! എന്തൊരു ആഭാസമാണിത്! എങ്ങനെ ഒരാളുടെ വസ്ത്രത്തിൽ കൈകടത്താൻ കഴിയും? എങ്ങനെ ഒരാളുടെ ഭക്ഷണത്തിൽ കൈകടത്താൻ കഴിയും? ആരാ ഇതിന് സമ്മതം തന്നത്? പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലേ അവരുടെ വസ്ത്രം ധരിക്കാൻ? ആണുങ്ങളുടെ വസ്ത്രം ധരിച്ചിട്ടാണോ ജെൻഡർ ഇക്വാലിറ്റി? അങ്ങനെയല്ലല്ലോ. അവിടേക്ക് വരുന്ന എല്ലാ ടീച്ചേഴ്സും ഇനി മുതൽ സാരിയും അവരുടെ ചുരിദാറും എല്ലാം മാറ്റി മുണ്ടും ഷർട്ടും ഇട്ട് സ്കൂളിലേക്ക് വരട്ടെ. അധ്യാപകന്മാർ പെണ്ണുങ്ങളുടെ വസ്ത്രമായ സാരി ഇട്ട് വരട്ടെ. അതൊന്നും കഴിയില്ല. ഈ ജെൻഡർ ഇക്വാലിറ്റി പറയുന്ന നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും അവരുടെ വീട്ടിലുള്ളവരുടെ ഭാര്യമാരെ ഇതുപോലെ പാന്റും ഷർട്ടും ഇട്ട് പുറത്തേക്ക് അയക്കാറുണ്ടോ? അവർ നൈറ്റിയിട്ടകത്തേക്ക് പോവാറുണ്ടോ? ഇല്ലല്ലോ.
ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെ അവകാശം വേണ്ടേ? 60 കുട്ടികളുള്ള ആൺകുട്ടികളുടെ വേഷം ആൺകുട്ടികൾ വേണ്ട? 60 ആൺകുട്ടികളുള്ള ആ കലാലയത്തിൽ ആൺകുട്ടികൾ ധരിക്കുന്ന വേഷം 200 പെൺകുട്ടികളെ കൊണ്ട് നിർബന്ധിപ്പിക്കലാണ് ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ? ലിംഗസമത്വം എന്നാണ് ഇതിനെ പറയേണ്ടത്, അതല്ലാതെ നിർബന്ധിപ്പിച്ചുകൊണ്ടുള്ള അടിച്ചേൽപ്പിക്കലാണോ ഇത്? ഇതിനെ ന്യായീകരിക്കാൻ കുറച്ച് മുസ്ലിമീങ്ങളായ ലിബറൽവാദികളും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിരീശ്വരവാദം നിങ്ങളെ കുഫ്രിയത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിക്കുന്ന കലാലയങ്ങളിൽ നിങ്ങൾ ചേരുന്ന പാർട്ടിയും സംഘടനയും എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് ചില മുസ്ലിം പെൺകുട്ടികളുടെ പാട്ടുകളൊക്കെ, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം എന്നൊക്കെ തട്ടമിട്ട് പാടുന്ന മുസ്ലിം പെൺകുട്ടികളെ. പിന്നെ ഏത് രക്തമാണ് ഞങ്ങളിലുള്ളത്? മുസ്ലിം രക്തം ഞങ്ങളിലില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ മുസ്ലിം അല്ല എന്നല്ലേ? ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഞങ്ങളിൽ മുസ്ലിം രക്തമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല. ഞങ്ങളിൽ ഹൈന്ദവ രക്തമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹൈന്ദവരല്ല. ഞങ്ങൾ ക്രൈസ്തവ രക്തമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രൈസ്തവരല്ല. പിന്നെ നിങ്ങൾ ആരാ? ഞങ്ങൾ നിരീശ്വരവാദികൾ, ഞങ്ങൾക്ക് ദൈവമില്ല, ഞങ്ങൾ യുക്തിവാദികൾ. ഇതിലേക്കാണോ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? ഉമ്മമാരെ പഠിപ്പിക്കുന്ന കലാലയം തെരഞ്ഞെടുക്കുമ്പോ ആ മക്കളുടെ ഫ്രണ്ട്സ് ആരെന്ന് പഠിക്കണം നിങ്ങൾ. അവർ ചേരുന്ന പാർട്ടി ഏതാണെന്ന്, അവർ ചേരുന്ന സംഘടന ഏതാണെന്ന്. നിരീശ്വരവാദത്തിലേക്ക് നമ്മുടെ മക്കൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിബറലിസം തലയ്ക്ക് പിടിച്ച് പെണ്ണിന്റെ വസ്ത്രത്തിൽ പോലും കൈകെടുത്താൻ ശ്രമിക്കുന്ന ഫെമിനിസ്റ്റുകൾ വരെ. ഫെമിനിസ്റ്റുകൾക്ക് പർദ്ദ ധരിക്കാൻ പാടില്ല, എന്നാൽ ഇവിടെ നൈക്കഡായി നടക്കുന്നതാണ് അവർക്കിഷ്ടം. ആർക്ക് വേണ്ടി? ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. പെണ്ണിന്റെ അഴിച്ചു നടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഫെമിനിസ്റ്റുകൾ. അവരൊക്കെ വാദിക്കണ്ടേ എന്തുകൊണ്ടാണ് ഈ ആന്തരിക്കുന്ന വസ്ത്രം പെണ്ണിനെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യാൻ ഒരു ഫെമിനിസ്റ്റുകളും ഇവിടെയില്ല. നേരെ മറിച്ച് ഇന്ന് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അപരിഷ്കൃതരായി, നമ്മൾ കാടന്മാരായി, നമ്മൾ സംസ്കാരശൂന്യരായി, നമ്മൾ സ്വാതന്ത്ര്യം നൽകാത്തവരായി. എന്റെ തലയിൽ തലച്ചോറില്ലേ ഇതൊന്ന് ചിന്തിക്കാൻ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്. അല്ലാഹു നമ്മൾക്ക് ചില സംസ്കാരങ്ങൾ തന്നിട്ടുണ്ട്, അല്ലാഹു നമ്മൾക്ക് ചില കടമകൾ തന്നിട്ടുണ്ട്. ആ കടമകളിലൂടെ ജീവിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വളരെ ചെറുപ്പത്തിലെ എന്താണ് മതം എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, റസൂലുള്ളയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ അവരുടെ സ്വാതന്ത്ര്യം പോലെ അഴിച്ചുവിട്ടാൽ ഇതുപോലെ ഇത്തരം തോന്നിവാസങ്ങൾ കാണേണ്ടി വരും നമ്മള്. അതേ ക്യാമ്പസിൽ തന്നെ ഈ വസ്ത്രത്തെ എതിർത്തിരുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. എന്റെ ചാനലുകാർ അവരുടെ അടുത്തേക്ക് മൈക്ക് കൊണ്ടുപോവാത്തത്, എന്റെ അവരുമായി അഭിമുഖം നടത്താത്തത്. ബാക്കിയുള്ള ആളുകൾ, ബഹുഭൂരിഭാഗം ആളുകളും ഈ ഒരു വസ്ത്രത്തിനെതിരായിരുന്നു. നിർബന്ധിതരായി വസ്ത്രം ധരിക്കേണ്ടി വരുന്നവർ, അവരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ ആരുമില്ല. എന്തുകൊണ്ട് ചാനലുകാരങ്ങോട്ട് പോകുന്നില്ല? പോവൂല സഹോദരങ്ങളെ, പോവൂല. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് കോളേജിൽ പോയാൽ റാഗ് ചെയ്യാൻ അല്ലാഹു സമ്മതം തന്നിട്ടില്ല. കോളേജിലല്ല എവിടെയും മറ്റൊരാളുടെ ശരീരം അന്യായമായി വേദനിപ്പിക്കാൻ നമ്മൾക്ക് സമ്മതം തന്നിട്ടില്ല. മറ്റൊരാളുടെ സമ്പത്ത് അന്യായമായി ഉപയോഗിക്കാൻ സമ്മതം തന്നിട്ടില്ല. നമ്മുടെ പ്രവർത്തനം കാരണം ഒരാളുടെ രക്തം ഒരിറ്റ് ചിന്തിപ്പോയാൽ, ഒരാളുടെ കണ്ണുനീർത്തുള്ളികൾ ഒരിറ്റ് ചിന്തിപ്പോയാൽ, അതിന്റെ പേരിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാതെ ഒരാൾക്കും അല്ലാഹു സ്വർഗം നൽകൂല. മുഅ്മിനീങ്ങളെ, റാഗിംഗ് ഒക്കെ നിങ്ങൾക്ക് തമാശയായിരിക്കാം. തമാശയ്ക്ക് ചിലപ്പോ പാട്ടെല്ലാം പാടിക്കുക, എന്തിന് തമാശ ചിരിച്ചുകൊണ്ട്, ഇതങ്ങനൊന്നുമില്ല. ഇതൊക്കെ പേടിച്ചിട്ട് വറക്ക കുട്ടികൾ ഒളിച്ചു നിൽക്കുക, മാറി നിൽക്കുക കോളേജുകളിലൊക്കെ. എന്നിട്ട് ആരും മിണ്ടൂല്ല. അധ്യാപകർക്കും പ്രശ്നമില്ല, പ്രിൻസിപ്പളിനും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. ഈ ഒരു വിഷയമൊക്കെ നമ്മൾ കാര്യമായി നമ്മുടെ ഒരു കൾച്ചർ കൊണ്ട് മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മൾക്ക് നമ്മുടെ ക്ലാസ്മേറ്റിലുള്ള ബോയ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയൂലേ? നമ്മുടെ യഥാർത്ഥ മുസ്ലിമായി നമ്മൾക്ക് കഴിയൂലേ? അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹറാമായ സമ്പാദ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഹറാമായത് തിന്നാൽ കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബി. അല്ലാഹു തആല അതിന്റെ പേരിൽ അല്ലാഹു നരകം നൽകുമെന്നാ പറഞ്ഞത്, ഹറാം തിന്നുപോയാൽ. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരമുണ്ട്. ആ മോതിരം മുൻ ഭരണാധികാരി അബ്ദുൽ മലിക്കാണ് അദ്ദേഹത്തിന് നൽകിയത്. ആ മോതിരം കൊണ്ടുപോയി ബൈത്തുൽ മാലിൽ നിക്ഷേപിച്ചു. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രഷറി, നമ്മുടെ പൊതു ഖജനാവില്ലേ,
അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. ആ വാളിന്റെ പിടി വെള്ളിയാലുള്ള വാളായിരുന്നു, വെള്ളിയാലുള്ള പിടിയായിരുന്നു. ഉടനെ തന്നെ ആ വെള്ളിയാലുള്ള വാളിന്റെ പിടി എടുത്തുകൊണ്ട് ബൈത്തുൽ മാലിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഇരുമ്പിനാലുള്ള പിടിയാണ് പിന്നെ അദ്ദേഹം നൽകിയത്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൊതുമുതലിലേക്ക് അവകാശപ്പെട്ട എല്ലാം അദ്ദേഹം വിട്ടുകഴിഞ്ഞു. പിന്നെ ആരാ ഉള്ളത്? അദ്ദേഹത്തിന്റെ ഭാര്യ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് രാജാവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉപ്പാപ്പ രാജാവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആങ്ങളമാരെല്ലാം രാജാവാണ്. ആ ഭാര്യയുടെ ഭർത്താവും രാജാവാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൊരു പെണ്ണ്, ആ പെണ്ണിന്റെ ഉപ്പാപ്പ രാജാവാണ്, ആ പെണ്ണിന്റെ ഉപ്പ രാജാവാണ്, ആ പെണ്ണിന്റെ ആങ്ങളമാരും രാജാവാണ്, ആ പെണ്ണിന്റെ ഭർത്താവും രാജാവാണ്. ഇങ്ങനൊരു പെണ്ണാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ആദ്യം തന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരവും വാളിന്റെ പിടിയും ബൈത്തുൽ മാലിൽ നിക്ഷേപിച്ച് അടുത്തതായി അദ്ദേഹം പോയത് തന്റെ ഭാര്യയുടെ സമീപത്തേക്കാണ്. ഭാര്യയോട് പറഞ്ഞു, നിന്റെ പിതാവ് നിനക്ക് തന്ന ആഭരണങ്ങളെല്ലാം പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നെടുത്തതാണ്, ബൈത്തുൽ മാലിൽ നിന്നെടുത്ത സമ്പാദ്യമാണ്. അതുകൊണ്ട് നമ്മൾക്കത് അനുവദനീയമല്ല. ഞാനത് കൊണ്ടുപോയി ബൈത്തുൽ മാലിൽ നിക്ഷേപിക്കട്ടെ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് സ്വർണ്ണാഭരണങ്ങളാണ് തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നെല്ലാം കൊണ്ടുപോയി ബൈത്തുൽ മാലിൽ നിക്ഷേപിച്ചത്. അങ്ങനെ ഭാര്യയുടെ കയ്യിലുള്ളതുമെല്ലാം ബൈത്തുൽ മാലിൽ നിക്ഷേപിച്ചു. പിന്നെ അടുത്തതായി രാജകുടുംബാംഗങ്ങളിലേക്ക് തിരിഞ്ഞു. ഓരോ രാജകുടുംബാംഗങ്ങളിലും അവർക്ക് അന്യായമായി ബൈത്തുൽ മാലിൽ നിന്നെടുത്തതെല്ലാം ബൈത്തുൽ മാലിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഈ അധികാരികൾ തിന്നു തീർക്കുകയായിരുന്നു. എന്ന് മുതൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ ബൈത്തുൽ മാലിൽ നിന്നാണ് അവരുടെ കുടുംബം ജീവിച്ചിരുന്നത്. കുടുംബക്കാർക്ക് തിന്നാനും വസ്ത്രം വാങ്ങാനും ആർഭാടങ്ങൾക്കും കൊട്ടാരത്തിനും എല്ലാം ഉപയോഗിച്ചിരുന്നത് ബൈത്തുൽ മാലിൽ നിന്നാണ്. ആ സമ്പാദ്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് പ്രയാസം തോന്നുകയുണ്ടായി. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് പരാതി പറഞ്ഞു. എന്ത്? ഉപ്പയോട് പറയണം, ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരുന്ന സൗകര്യങ്ങളെല്ലാം നിങ്ങളുടെ പിതാവ് തിരിച്ചു പിടിക്കുകയാണല്ലോ, അതുകൊണ്ട് പിതാവിനോടൊന്ന് സംസാരിക്കണം. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനോട് പറഞ്ഞ മറുപടി എന്താണ്? തന്റെ പിതാവിനോട് പറഞ്ഞ മറുപടി എന്താണ്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ അള്ളാഹുവിനോട് എന്താ മറുപടി പറയുക? ഞാൻ ഒരാളുടെയും സമ്പാദ്യം അന്യായമായി പിടിച്ചെടുത്തിട്ടില്ല, ഒരാൾക്കും ലഭിക്കേണ്ടത് നൽകാതിരുന്നിട്ടില്ല, ഒരാൾക്കും നൽകേണ്ടത് നൽകാതിരുന്നിട്ടില്ല, ഒരാൾക്ക് അവകാശപ്പെട്ടത് പിടിച്ചെടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ, പൊതുജനങ്ങൾ ഉപയോഗിക്കേണ്ട സമ്പാദ്യങ്ങൾ ആരൊക്കെ അന്യായമായി തട്ടിപ്പറിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് ഇനിയും ഞാൻ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്നാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അദ്ദേഹം അധികാരം ഏറ്റെടുത്ത് പിറ്റേ ദിവസം രാവിലെ ളുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. വിരിപ്പുമെടുത്ത് ഉറങ്ങാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് മകൻ ചോദിക്കുന്നുണ്ട്, ഇലാ ഐന യാ അബതി, ഉപ്പാ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഉപ്പാ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇലാ ഐന യാ അബതി, ഉപ്പാ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഉപ്പ പറഞ്ഞു, അഖീൽ, ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ. രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു കിടന്നുറക്കം സുന്നത്തുണ്ട്. ആർക്ക്? രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കുന്ന ആളുകൾക്ക് ഉച്ചയായാൽ കിടന്നുറങ്ങൽ സുന്നത്തുണ്ട്. ളുഹറിന് മുമ്പ് ഒരല്പസമയം അങ്ങനെ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോഴാണ് മകൻ ചോദിക്കുന്നത്, ഉപ്പാ നിങ്ങൾ കിടന്നുറങ്ങിയാൽ നിങ്ങൾ അധികാരം ഏറ്റെടുത്തുവല്ലോ, നിങ്ങളുടെ ഉത്തരവാദിത്വം ആരാ ചെയ്യുക? നിങ്ങളുടെ ഡ്യൂട്ടി ആരാ ചെയ്യുക? നിങ്ങളുടെ ബാധ്യത ആരാ ചെയ്യുക? അധികാരം ഏറ്റെടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാ ഉറക്കം വരുന്നത്? അപ്പോഴാണ് ആ പിതാവ് പറഞ്ഞത്, ഞാൻ ളുഹർ നിസ്കാരം വരെ ഒന്ന് കിടന്നുറങ്ങട്ടെ, ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ. ഇന്നലെ രാത്രി തീരെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ തന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ട് രാത്രി തീരെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ എന്ന് മകനോട് പറഞ്ഞപ്പോഴാണ് മകൻ ഉപ്പയോട് ചോദിക്കുന്നത്, ഉപ്പാ ളുഹർ വരെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ആരാ ഉറപ്പ് തന്നത്? ളുഹർ വരെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ആരാ ഉറപ്പ് തന്നത്? നിങ്ങളെങ്ങാനും നിങ്ങളുടെ ഉറക്കമെണീക്കുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം ചെയ്യാതെ മരിച്ചുപോയവരിൽ നിങ്ങൾ പെടൂലേ എന്ന് ആ
ആ പിതാവിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങുന്നത്. ശരിയാണല്ലോ. ഉടനെ തന്നെ ആ മകനെ ചേർത്ത് പിടിച്ച് അടുത്തേക്ക് വിളിച്ചു, മാറോട് ചേർത്ത് നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് ആ പിതാവ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല മിൻ ദഹരി. അല്ലാഹുവേ, എന്നിൽ നിന്ന് എനിക്ക് സദുപദേശം നൽകുന്ന ഒരു പൊന്നുമോൻ എനിക്ക് തന്നുവല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതിയുമെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രവർത്തനം തുടങ്ങിയതാണ്. അങ്ങനെ ഉത്തരവാദിത്വം തുടങ്ങിയതാണ്. അവസാനം 2.5 വർഷം അദ്ദേഹം ഭരിച്ച് 2.5 വർഷം ഭരിച്ച് ലോകത്തോട് വിട പറയുമ്പോഴേക്കും ആ നാട്ടിൽ ഒരു പാവപ്പെട്ടവൻ പോലുമില്ല, ഒരു ദരിദ്രൻ പോലുമില്ല. സക്കാത്ത് വാങ്ങാൻ ആളുകളില്ല. നോക്കണം നിങ്ങൾ, സക്കാത്ത് വാങ്ങാൻ ആളുകളില്ല. സാമ്പത്തികമായി സന്തുലിതാവസ്ഥയാണ്. ഒരു വീട്ടിൽ നിന്ന് സക്കാത്തിന്റെ മുതലുമായി അയൽവാസികളെ സമീപിക്കുകയാണ്. ഇതെന്റെ സക്കാത്തിന്റെ മുതലാണ്, 2.5%. അപ്പൊ അവര് പറയുന്നത്, ഞാൻ സക്കാത്ത് വാങ്ങാൻ അർഹനല്ല, എന്റെ സക്കാത്തിന്റെ മുതൽ ഇവിടെയുണ്ട്. അടുത്ത വീട്ടിൽ പോയി അവിടെയും സക്കാത്ത് വാങ്ങാൻ ആളില്ല. അങ്ങനെ നാട് നീളെ നടന്നിട്ടും സക്കാത്ത് വാങ്ങാൻ ഒരു പാവപ്പെട്ടവനില്ലാതെ, ഒരു ഫക്കീറില്ലാതെ, ഒരു മിസ്കീനില്ലാതെ എല്ലാവരും സാമ്പത്തിക ഭദ്രത കൈവരിച്ചവരായി മാറിയത് മഹാനായ ഉമർ തങ്ങളുടെ 2.5 വർഷത്തെ കാലയളവിലാണ്. അങ്ങനെ ബൈത്തുൽ മാലിൽ സമ്പാദ്യങ്ങൾ കുന്നുകൂടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭരണാധികാരികളായ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ മുസ്ലിം സാമ്രാജ്യങ്ങൾ ഭരിക്കുന്ന, മുസ്ലിം അധികാരികൾ ഭരിക്കുന്ന ഓരോ സാമ്രാജ്യങ്ങളുടെ പർവ്വതത്തിന്റെ മുകളിൽ പോയി ധാന്യമണികൾ നിങ്ങൾ വിതരണം. എന്തിനെന്നറിയോ? മുസ്ലിം രാജ്യത്തേക്ക് കടന്നു വന്നിട്ട് ഒരു പക്ഷി പോലും പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ഒരു പക്ഷി പോലും പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറയുന്നത് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. മുസ്ലിം രാജ്യത്തിലേക്ക് കടന്നു വന്നൊരു പറവ പോലും പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് മുസ്ലിം സാമ്രാജ്യങ്ങളിലുള്ള പർവ്വതത്തിന്റെ മുകളിൽ, പർവ്വതത്തിന്റെ ചെരുവുകളിൽ നിങ്ങളുടെ ധാന്യമണി വിതരണമെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്രത്തോളം സൂക്ഷ്മത പാലിച്ചു അല്ലാഹുവിന് വേണ്ടി ജീവിച്ച മഹാനാണ്. ഉൻസുറുൽ ഖംഹ അലാ റൂസിൽ ജിബാൽ ലകൈ ലാ യുഖാൽ ജാഅ ത്വയ്റുൻ ഫീ ബിലാദിൽ മുസ്ലിമീൻ. മുസ്ലിം രാജ്യത്ത് ഒരു പക്ഷി പട്ടിണി കിടന്നു എന്ന് മറ്റൊരാൾ പറയാൻ നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ആ 2.5 വർഷക്കാലത്ത് ഒരു ചെന്നായ ആട്ടിനെ പോലും അന്യായമായി പിടിച്ചിട്ടില്ല എന്ന് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും മുഅ്മിനീങ്ങളെ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദിവസം ഒരു ചെന്നായ ആട്ടിൻകൂട്ടത്തിലേക്ക് അന്യായമായി ചാടി വീണപ്പോഴാണ് ഇവിടെ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് ആട്ടിടയൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നടന്നു നീങ്ങിയപ്പോഴാണ് ഒരു വഴിയാത്രക്കാരനെ കാണാനിടയായത്. സംഭവം പറഞ്ഞപ്പോൾ ആ വഴിയാത്രക്കാരൻ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. അഥവാ അദ്ദേഹത്തിന്റെ 2.5 വർഷത്തെ കാലയളവിൽ അന്യായമായ ഒരു ആടിനെ പോലും ചെന്നായ പിടിച്ചിട്ടില്ല എന്നാണ്. അത്രത്തോളം നീതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ ഇത് വായിക്കാൻ കഴിയും നമ്മൾക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ ഇതൊക്കെ ഉണ്ടായി? ജീവിതത്തിൽ അദ്ദേഹം പാലിച്ച സൂക്ഷ്മതയാണ്. നിങ്ങൾക്കറിയുമോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സൂക്ഷ്മത? ബൈത്തുൽ മാലിലേക്ക് ഒരു ആപ്പിൾ കൊണ്ടുവന്നു. ബൈത്തുൽ മാലിലേക്ക് വളരെ മനോഹരമായ മധുരമുള്ള ആപ്പിൾ ആരോ കൊണ്ടുവന്നപ്പോൾ അത് പൊതുജനങ്ങൾക്ക് നൽകേണ്ട, വിതരണം ചെയ്യുന്ന സമയത്താണ് ആ ആപ്പിളിൽ നിന്നൊരു ആപ്പിൾ തന്റെ മകൻ പറിച്ചെടുക്കുന്നത്, തന്റെ മകൻ തിന്നാൻ വേണ്ടി കയ്യിലേക്ക് എടുക്കുന്നത്. അത് തിന്നാൻ നിൽക്കുന്ന മകന്റെ കൈ പിടിച്ചുകൊണ്ട് മകന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പറിച്ചെടുത്ത് അത് വീണ്ടും ബൈത്തുൽ മാലിലേക്ക് നിക്ഷേപിച്ചപ്പോൾ ആ പിഞ്ചു പൈതൽ കരഞ്ഞുകൊണ്ട് ഉമ്മാന്റെ സമീപത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ഏതാണുമ്മ? ഞാൻ നേരത്തെ പറഞ്ഞ അധികാരിയായ രാജാവിന്റെ മകളാണ്. ഉപ്പാപ്പ രാജാവാണ്, ആങ്ങളമാര് രാജാവാണ്, ഭർത്താവ് രാജാവാണ്. അങ്ങനെയുള്ള രാജ കുടുംബത്തിൽ ജനിച്ച, പ്രൗഢമായി ജനിച്ച, സുഖലോലുപതയിൽ ജീവിച്ച ആ ഫാത്തിമ എന്ന് പറയുന്ന മകളുടെ ഉമ്മയുടെ സമീപത്തേക്ക് ആ പൊന്നുമോന് കരഞ്ഞുകൊണ്ട് പോകുമ്പോ ആ പെണ്ണിന്റെ ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകളെടുത്ത് അങ്ങാടിയിൽ പോയി ഒരു ആപ്പിൾ വാങ്ങി കരയുന്ന മകന്റെ കരച്ചിലടക്കാൻ വേണ്ടി ആ മാതാവ് നൽകുന്നുണ്ട്. തിരിച്ച് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ മകൻ ആപ്പിൾ തിന്നുന്നത് കാണാനിടയായി.
മകൾ ആപ്പിൾ തിന്നുന്നത് കാണാനിടയായി. ഉടനെ തന്നെ ഭാര്യയോട് ചോദിച്ചു, എവിടെ നിന്നാണ് കിട്ടിയത്? ഭാര്യ പറഞ്ഞു, എന്റെ കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് അങ്ങാടിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. കരഞ്ഞുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ മകന്റെ മുമ്പിൽ പറഞ്ഞത്, എന്റെ മകന്റെ കയ്യിൽ നിന്നല്ല, എന്റെ മകന്റെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ ഞാൻ തട്ടിപ്പറിച്ചപ്പോൾ സത്യത്തിൽ അതെന്റെ ഖൽബിൽ നിന്നാ ഞാൻ തട്ടിപ്പറിച്ചത്. എന്റെ ഖൽബ് വേദനിച്ചു പോയിട്ടുണ്ട്. പക്ഷെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് എന്തവകാശമാണ് നിന്റെ മകൾക്ക്, നിന്റെ മകൻ ഈ ആപ്പിളിനോടുള്ളത് എന്ന് അല്ലാഹു ചോദിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് സമാധാനം പറയാൻ കഴിയില്ലല്ലോ എന്നോർത്ത് എന്റെ ഖൽബ് കൊണ്ടാണ് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്തത് എന്ന് കരഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതാണ് മുഅ്മിനീങ്ങളെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ഭരണകാര്യവും രാജ്യകാര്യവും സംസാരിക്കാൻ ആളുകൾ വരുമ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് രാത്രിയിൽ അദ്ദേഹത്തെ കാണാൻ വന്നു. നാടുമായി ബന്ധപ്പെട്ട, അധികാരവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ രണ്ടുപേരും വിളക്ക് ഓൺ ചെയ്തിട്ടാണ് സംസാരിച്ചത്. പിന്നെ നാടിന്റെ വർത്തമാനം മാറി. പിന്നെ രണ്ടുപേരും തമ്മിലുള്ള പേഴ്സണൽ കാര്യത്തിലേക്ക് സംസാരം മാറിയപ്പോൾ ഉടനെ തന്നെ വിളക്ക് കെടുത്തിക്കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താ ഇത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പൊതു മുതലാണിത്. കാരണം ചോദിച്ചു, എന്തിനാ നിങ്ങൾ വിളക്ക് കെടുത്തിയത്? ഉടനെ തന്നെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ സുഹൃത്തിനോട് മറുപടി പറഞ്ഞത്, ഇത് രാജാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജപരിധിയിലുള്ള ഭരണകാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചാൽ പ്രശ്നമില്ല. കാരണം ബൈത്തുൽ മാലിൽ നിന്നാണ് ഇതിന്റെ എണ്ണ ഉപയോഗിക്കുന്നത്, ഇതിലേക്കുള്ള ഇന്ധനം ഉപയോഗിക്കുന്നത് ബൈത്തുൽ മാലിൽ നിന്നാണ്. എന്നാൽ എന്റെയും നിന്റെയും പേഴ്സണൽ കാര്യം സംസാരിക്കാൻ, സ്വകാര്യ വിഷയങ്ങൾ സംസാരിക്കാൻ എങ്ങനെയാണ് പൊതുമുതലിൽ നിന്നുള്ള ബൈത്തുൽ മാലിൽ നിന്നുള്ള എണ്ണ ഞാൻ ഉപയോഗിക്കുന്നത്? അതുകൊണ്ട് ഈ വിളക്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കെടുത്തിക്കളഞ്ഞ സൂക്ഷ്മതയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാറണം. ഓരോ ഭരണാധികാരികളും അധികാരികളും സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ വിഷയങ്ങൾ സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. ഒരു നയാ പൈസ പോലും നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ല, നമ്മുടെ കൈകളിലേക്ക് വരാൻ പാടില്ല, നമ്മുടെ മക്കളിലേക്ക് വരാൻ പാടില്ല. പള്ളിയുടേതായാലും സ്ഥാപനങ്ങളുടേതായാലും സ്ഥാപനത്തിന്റെ പേരിൽ പിരിച്ചു കൊണ്ടുവരുന്ന സമ്പാദ്യങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥാപനത്തിന് വേണ്ടി ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോയി സ്ഥാപനത്തിന് വേണ്ടി, പള്ളിയിലേക്ക് വേണ്ടി, എന്നിട്ടൊരു 10,000 കിട്ടുമ്പോൾ 1,00,000 കിട്ടുമ്പോൾ അതിൽ നിന്നൊരു 10% പിരിച്ച ആൾക്ക് എങ്ങനെയാ എടുക്കാൻ കഴിയുന്നത്? കഴിയില്ലല്ലോ. പള്ളിക്കല്ലേ അവർ 1,00,000 കൊടുക്കുന്നത്, പള്ളിക്കാണ് അവർ 1,00,000 കൊടുക്കുന്നത്. അല്ലാതെ പള്ളിക്ക് 1,00,000 കൊടുത്തിട്ട് 90,000 പള്ളിക്കും 10,000 നമ്മൾക്കുമല്ല. പിന്നെങ്ങനെയാണ് 10% നമ്മൾ എടുക്കുന്നത്? 20% എടുക്കുന്നവരുണ്ട്, 30% എടുക്കുന്നവരുണ്ട്, 40% എടുക്കുന്നവരുണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ? സ്ഥാപനത്തിന് വേണ്ടി നാട് നീളം നടക്കുകയാണ്, വീട് വീടാന്തരം നടക്കുകയാണ് റെസിപ്റ്റുമായിട്ട്. എന്നിട്ട് ഓരോ വീടുകളിൽ കയറി 100ഉം 1000ങ്ങളും കിട്ടി 1,00,000മോ 2,00,000മോ 10,00,000മോ കൊടുത്താൽ അതിന്റെ 40% എന്ന് പറയുന്നത് 4,00,000ആണ്. അതിന്റെ 30% 3,00,000ആണ്. അതാർക്കാ? പിരിച്ചു കൊണ്ടുവരുന്ന ആൾക്കാണ്. ഇത് സ്ഥാപനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് സ്ഥാപനങ്ങൾക്ക് പൈസ കിട്ടാനാണ്. 10,00,000 സ്വരൂപിച്ചാൽ 4 ലക്ഷമല്ലേ പോകുന്നത്? 6 ലക്ഷം ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് സ്ഥാപനങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യാണ്. എന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ എങ്ങനെയാ ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക? കാരണം വീട്ടുകാർ 100 കൊടുക്കുന്നത് 100ഉം സ്ഥാപനത്തിനാണ്, 100ഉം പള്ളിക്കാണ്. അതല്ലാതെ 60 പള്ളിക്കും 40 വ്യക്തിക്കുമല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പിരിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാമെന്നല്ലാതെ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ കമ്മീഷൻ വാങ്ങുന്നത്? അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിനൊക്കെ സമാധാനം പറയാൻ കഴിയുമോ? വിളക്ക് പോലും പൊതുമുതലിൽ ബൈത്തുൽ മാലിൽ ഉപയോഗിക്കുന്ന എണ്ണയായതുകൊണ്ട് സ്വകാര്യ വിഷയങ്ങൾ സംസാരിക്കാൻ ഈ വിളക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കെടുത്തിക്കളഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയല്ലേ മുഅ്മിനീങ്ങളെ നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത്, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഒരു പെരുന്നാളിന്റെ ഒരു രാത്രി തന്റെ മകൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. ഉപ്പാ, നിങ്ങളൊരു പക്ഷേ കേട്ട സംഭവമാകാം. അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് ഉപ്പയോട് പറയുന്നുണ്ട്, ഉപ്പാ
എല്ലാവരും പെരുന്നാളിന് മനോഹരമായ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ വസ്ത്രമില്ലല്ലോ ഉപ്പാ. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എന്റെ ചങ്ങാതിമാരൊക്കെ പുത്തനുടുപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ പുത്തനുടുപ്പുകൾ ഇല്ലല്ലോ എന്ന് പിതാവിനോട് കരഞ്ഞുകൊണ്ടൊരു മകൻ പറയുന്നുണ്ട്. 11 മക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളത്. ആ 11 മക്കളിൽ ഒരാളാണ് പരാതിപ്പെട്ടത്. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ തന്നെ അദ്ദേഹം നേരെ പോയത് ബൈത്തുൽ മാലിന്റെ പറാവുകാരൻ, ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരന്റെ സമീപത്തേക്കാണ്. അടുത്ത മാസത്തേക്കുള്ള സാലറി, ശ്രദ്ധിക്കണം, അടുത്ത മാസത്തേക്കുള്ള സാലറി ഒന്ന് മുൻകൂട്ടി തരാൻ കഴിയുമോ എന്നാ ചോദിച്ചത്. എന്തിനാണെന്നറിയോ? നാളെ ഭരണാധികാരിയുടെ മക്കൾ പെരുന്നാളിന് പോകുമ്പോൾ പുത്തനുടുപ്പുകൾ വാങ്ങാൻ വേണ്ടി അടുത്ത മാസത്തെ സാലറി മുൻകൂട്ടി തരുമോ എന്ന് ആരോട് ചോദിച്ചു? ബൈത്തുൽ മാലിന്റെ പാറാവുകാരോട് ചോദിച്ചു. ഉടനെ തന്നെ അവര് മറുപടി പറഞ്ഞു, തരാം, പക്ഷേ അടുത്ത മാസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പു തരണം. നോക്കണം മുഅ്മിനീങ്ങളെ, എല്ലാവരും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്, എല്ലാവരും സൂക്ഷ്മതയുള്ളവരാണ്. അഥവാ അധികാരി നന്നായാൽ, ഒരു നേതാവ് നന്നായാൽ നാട് നന്നാവും, നേതാവ് മോശമായാൽ നാടും മോശമാകും. അതിന്റെ അടയാളമാണ് അദ്ദേഹം നന്നായപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം നന്നാവുകയാ ചെയ്തത്. അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആ മാസം വരെ ജീവിച്ചിരിക്കുമെന്താ ഉറപ്പുള്ളത്? ആ മാസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ നിന്ന് എടുത്തു തരാമെന്ന് മറുപടി പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ശരിയാണല്ലോ ഇയാൾ പറഞ്ഞത്, അതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയാലോ? അധികാരം ഏറ്റെടുത്ത ഉടനെ നാട്ടിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചിട്ടുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ കാലമാണത്, റജാ ഇബ്നു ഹൈവ എന്നവരുടെ കാലമാണ്, മഹാനായ സുഹ്രി തങ്ങളുടെ കാലമാണ്, പ്രമുഖരായ പല പണ്ഡിതന്മാരുടെയും കാലമാണ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. എല്ലാ പ്രഗൽഭരായ പണ്ഡിതന്മാരെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ എന്റെ ഷോൾഡർ പിടിച്ചു കുലുക്കണം, എന്റെ ഭാഗത്തൊരു വീഴ്ച വന്നാൽ എന്റെ കഴുത്തു പിടിച്ചു കുലുക്കണം, എന്നിട്ട് എന്നോട് പറയണം, യാ ഉമർ മാദാ തഫഅൽ, ഉമറേ നീ എന്താ ചെയ്യുന്നത്, ഉമറേ നീ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എന്നെ എന്റെ ഷോൾഡർ പിടിച്ചു കുലുക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രമുഖരായ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് സാലറി നൽകുന്നുണ്ട്, ബൈത്തുൽ മാലിൽ നിന്ന് ശമ്പളം നൽകുന്നുണ്ട്. എന്തിനെന്നറിയോ? ഞാൻ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഓരോ നാട്ടിലേക്ക് ഓരോ ഗവർണർമാരുണ്ട്. അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നത് വരെ ക്രൂരന്മാരായ അക്രമികളായ എല്ലാ ഭരണാധികാരികളെയും മാറ്റി അദ്ദേഹം പുതിയ ഭരണാധികാരികളെ നിയമിച്ചിട്ടുണ്ട്. ആ ഭരണാധികാരികളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വരുമോ, എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടോ, അവരുടെ ഭാഗത്ത് അഴിമതി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടി ഓരോ പണ്ഡിതന്മാർക്ക് ശമ്പളം നൽകി അദ്ദേഹം ഏൽപ്പിക്കുകയുണ്ടായി. ഇവിടെ അഴിമതി പാടില്ല, ഇവിടെ അനീതി പാടില്ല, ഇവിടെ അക്രമം പാടില്ല. മുൻകാല ഭരണാധികാരികളെ തോന്നിയതുപോലെ ജീവിച്ചതുപോലെ, തോന്നിയതുപോലെ സമ്പാദ്യങ്ങൾ ചെലവഴിച്ചതുപോലെ എന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ചര്യതല്ല, ഉമർ തങ്ങൾ പഠിപ്പിച്ച വഴിയതല്ല, മഹാനായ സിദ്ദീഖ് തങ്ങളുടെ മാതൃകയതല്ല, മഹാനായ അലി തങ്ങളുടെ വഴിയതായിരുന്നില്ല, ഉസ്മാൻ തങ്ങളുടെ ചര്യതായിരുന്നില്ല എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പാറാവുകാർ അദ്ദേഹത്തോട് ചോദിച്ച്, അടുത്ത മാസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ അടുത്ത മാസത്തെ സാലറി മുൻകൂട്ടി തരാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഉറപ്പു തരാൻ കഴിയില്ല, അടുത്ത മാസം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പു തരാൻ കഴിയില്ല. എന്നിട്ട് നേരെ പോയത് മക്കളുടെ സമീപത്തേക്കാണ്. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നേരെ പോയത് എങ്ങോട്ടാ? 11 മക്കളെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മക്കളെ, നിങ്ങൾക്ക് നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ പുത്തനുടുപ്പുകളില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ എന്നോട് പുത്തനെടുപ്പുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കടം വാങ്ങിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വസ്ത്രം തന്ന് ആ കടം വീട്ടുന്നതിനും മുമ്പേ ഞാൻ മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ എന്താ സമാധാനം പറയേണ്ടത്? അള്ളാഹുവിന്റെ നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയില്ലയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരാളെ കടന്നു വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞാൻ 5 നേരം നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും നോമ്പ് നോക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു എനിക്ക് സ്വർഗം നൽകുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ബലാ,
അള്ളാഹു സ്വർഗം നൽകുമെന്ന് പറഞ്ഞു. അയാൾ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഉടനെ തന്നെയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിച്ചു. എന്താ നീ എന്നോട് ചോദിച്ചത്? ഒന്നും കൂടി ചോദ്യം ആവർത്തിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, നബിയേ, ഞാൻ 5 നേരം നിസ്കരിച്ചാൽ, സകാത്ത് കൊടുത്താൽ, റമദാനിൽ നോമ്പെടുത്താൽ, ഹജ്ജ് ചെയ്താൽ അല്ലാഹു എനിക്ക് സ്വർഗ്ഗം നൽകുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, നഅം ഇല്ലദ്ദീൻ, കടമുണ്ടെങ്കിൽ സ്വർഗം കിട്ടൂല. നിസ്കാരക്കാരായാലും ശരി, നോമ്പുകാരായാലും ശരി, എത്ര ഹജ്ജ് ചെയ്താലും ശരി, എത്ര നോമ്പ് നോക്കിയാലും ശരി, നിനക്ക് കടമുണ്ടെങ്കിൽ നീ നാളെ സ്വർഗത്തിലെത്തൂല എന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, കടം വലിയ പ്രശ്നം തന്നെയാണ്. ആളുകളോട് കടം വാങ്ങിച്ച് അത് കൊടുക്കാതെ വലിയ ഭീമാകാരമായ വീട് കെട്ടുന്നവർ, ആകാശം മുട്ടുന്ന അമ്പരച്ചുംബിയായ വീട് കെട്ടുന്നവർ, ജോലി ചെയ്ത ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, ഷോപ്പിൽ നിന്ന് വസ്തുക്കൾ വാങ്ങി അതിന്റെ പൈസ കൊടുത്തിട്ടില്ല, തേപ്പുകാർക്ക് കൊടുത്തിട്ടില്ല, ടൈലിന്റെ പണിക്കാർക്ക് കൊടുത്തിട്ടില്ല, ഒരാൾക്കും മര്യാദയ്ക്ക് സാലറി കൊടുക്കാതെ, അവർക്ക് അവകാശപ്പെട്ടത് പോലും കൊടുക്കാതെ അമ്പരച്ചുംബിയായ വീടിൽ താമസിക്കുന്ന ഓരോ മുതലാളിയും കടക്കാരനാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷ വേണ്ട. ഇല്ലദ്ദീൻ, അവർക്ക് അള്ളാഹു കടമുള്ളത് കൊണ്ട് സ്വർഗം നൽകൂല. എങ്ങനെയാണ് ഒരാളെ പറ്റിക്കാൻ കഴിയുക? നിനക്ക് കഴിയുന്ന വീട് വെച്ചാൽ പോരെ, നിനക്ക് കഴിയാത്ത വീടെന്തിനാ നീ വെക്കുന്നത്? ആരാന്റെ ജോലിക്കാരുടെ ശമ്പളം കൊടുക്കാതെ, ജോലിക്കാരുടെ സാലറി കൊടുക്കാതെ, അവർക്ക് ലഭിക്കേണ്ട അവകാശം നൽകാതെ, അങ്ങാടികളിലുള്ള പീടികയിൽ അവർക്ക് നൽകേണ്ട ക്യാഷ് നൽകാതെ, നീ ഇങ്ങനെ ഫോൺ എടുക്കാതെ മുങ്ങി നടക്കുന്നത് എന്തിന്റെ പേരിലാണ്? നീ കെട്ടിയ വീടിന്റെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ വീടിന്റെ വലിപ്പം കുറച്ചാൽ പോരായിരുന്നോ? സ്ക്വയർ ഫീറ്റ് കുറച്ചാൽ പോരായിരുന്നോ? മുഅ്മിനീങ്ങളെ, ചെയ്യല്ലേ, ഇത് വല്ലാത്ത പാപമാണ്. മുഅ്മിനീങ്ങളെ, ഒരാളോട് കടം വാങ്ങിച്ചാൽ സമയമായിട്ടും കൊടുക്കാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നടക്കുന്നവർ, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ നൽകാത്തവർ, ഫോൺ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാത്തവർ, ഇനി കാണുമ്പോൾ തന്നെ മാറി നിൽക്കുന്നവർ, കടം ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നവർ, എന്താ നിനക്ക് തിരക്ക് എന്ന് ചോദിക്കുന്നവർ, എന്താ മുഅ്മിനീങ്ങളെ ഇവിടെ സംഭവിക്കുന്നത്? നാട്ടിലൊക്കെ സംഭവിക്കുന്ന സംഭവങ്ങൾ എത്രയാണ്? എത്ര പേരാ വിഷമത്തോടെ പറയുന്നത്? കടം കൊടുത്തതിന്റെ പേരിൽ ബന്ധം നഷ്ടപ്പെട്ടവർ, അങ്ങാടികളിൽ ഷോപ്പുകളിൽ ഷെയർ ഇട്ടതിന്റെ പേരിൽ ബന്ധം നഷ്ടപ്പെട്ടവർ, ഗൾഫിലും നാട്ടിലും സൂപ്പർ മാർക്കറ്റുകളിലും ഹോട്ടലുകളിലും ഒക്കെയായി ലക്ഷങ്ങളുടെ ഷെയർ ഇട്ട് ക്യാഷ് വാങ്ങി, പിന്നെ അവർക്ക് മാസാമാസങ്ങളിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊടുക്കാതെ ഇവരുടെ ആളുകൾ എത്ര ആയിരക്കണക്കിന് ആളുകൾ. എല്ലാവരും ഇങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, പല പ്രമുഖരായ ആളുകളും ഇങ്ങനെയാണ്. ആളുകളിൽ നിന്ന് ഷെയർ വാങ്ങിക്കുകയാണ്. ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ ആളുകളിൽ നിന്ന് ഷെയർ വാങ്ങിക്കുന്നു, ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ ആളുകളിൽ നിന്ന് ഷെയർ വാങ്ങിക്കുന്നു. എല്ലാവരിൽ നിന്നും 10% വാങ്ങിച്ച് ഒരു നയാ പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ മുതലാളി ഒരു ഷോപ്പ് ഉണ്ടാക്കുകയാണ്. എന്നിട്ടോ മര്യാദക്ക് അതിന്റെ കണക്ക് വിവരങ്ങൾ പോലും നൽകാതെ, മാസാമാസങ്ങളിൽ അർഹതപ്പെട്ട ആളുകൾക്ക് അതിന്റെ ശതമാനം പോലും നൽകാതെ, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല, ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കൂല, ആരാന്റെ സമ്പാദ്യം തിന്ന് അവരുടെ മക്കളെ വളർത്തി വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിച്ച് വലിയ വലിയ വീടുകൾ കെട്ടി, എന്തിനു വേണ്ടി നാളെ മരിക്കണ്ടേ? അള്ളാഹുവിന്റെ കോടതിയിൽ പോകേണ്ടേ? എത്ര ന്യായമാ നീ പറയുക? ആരോടാ പറയുക? എന്ത് ന്യായമാ പറയുക? ഹറാമ തിന്നിട്ട് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് ഒരു ന്യായവും ഇല്ലാതെ തിന്ന് നിന്റെ മക്കളും നീയും തിന്ന് തടിച്ചിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിസ്കാരം കൊണ്ട് രക്ഷപ്പെടൂല, സ്വതക്ക കൊണ്ട് രക്ഷപ്പെടൂല, ഹജ്ജ് കൊണ്ട് രക്ഷപ്പെടൂല, സകാത്ത് കൊണ്ട് രക്ഷപ്പെടൂല, ഇല്ലദ്ദീൻ, കടമുള്ളവൻ അള്ളാഹു സ്വർഗം നൽകൂല എന്ന്. നിങ്ങളെ കടം എത്ര വാങ്ങിക്കൂട്ടാനും ഒരു മടിയുമില്ലാത്ത ആളുകൾ, ആരാന്റെ സമ്പാദ്യം തിന്നാനും മടിയും ജാള്യതയും ഇല്ലാത്ത ആളുകൾ, ആളുകളെ പേടിപ്പിച്ച്, ഞാൻ നേരത്തെ റാഗിങ്ങിന്റെ വിഷയം പറഞ്ഞല്ലോ, അതേപോലെ ഒരു വേർഷനാണ് ഇത്തരം ആളുകൾ. ഒരു നയാ പൈസയും ഇല്ലാതെ ഒരുപാട് ഷോപ്പുകളിട്ട് അതിന്റെ അവകാശികൾക്ക് അർഹമായത് നൽകാതെ മറ്റുള്ളവരുടേത് അന്യായമായി തിന്നുന്ന ആളുകൾ, ഇവരൊക്കെ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. കടം വലിയ പ്രശ്നമാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മക്കളോട് പറഞ്ഞു, ഞാൻ കടം വെച്ച് മരിച്ച് നാളെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നരകത്തിലേക്ക് പോകുന്നതാണോ? ഈ പഴയ വസ്ത്രം ധരിച്ച് പെരുന്നാൾ ആഘോഷിക്കലാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ, ഈ പഴയ വസ്ത്രം ധരിച്ചാൽ ഒരുപക്ഷേ നാട്ടിൽ ജാള്യത തോന്നിയേക്കാം, നാണക്കേടുണ്ടായേക്കാം, വിഷമമുണ്ടായേക്കാം. പക്ഷേ നാളെ കുടുംബസമേതം അല്ലാഹുവിന്റെ കോടതിയിൽ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കും
ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിയൂലേ? അതുകൊണ്ട് സ്വർഗമാണോ വേണ്ടത്, അല്ല പുത്തനുടുപ്പുകൾ ധരിച്ച് നാളത്തെ നരകമാണോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ മക്കൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്, ഉപ്പാ പഴയ വസ്ത്രം മതി, ഞങ്ങൾക്ക് സ്വർഗമാണ് വേണ്ടത്, ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല. ലാ നസ്ബിറു അലന്നാർ, നരകത്തിന്റെ തീജ്വാലകൾ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ പട്ടിണി കിടന്നോളാം ഉപ്പാ, ഞങ്ങൾ പഴയ വസ്ത്രം ധരിച്ചോളാം. ഈ ഒരു നിലപാടിലേക്കാണ് നമ്മൾ മാറേണ്ടത്. ഞങ്ങൾ ഹറാമ് തിന്നൂല, പഴയത് ധരിച്ചാലും കുഴപ്പമില്ല, വിലയില്ലാത്തത് ധരിച്ചാലും കുഴപ്പമില്ല, വീട് ചെറുതായാലും കുഴപ്പമില്ല, പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, നാളത്തെ നരകത്തിന്റെ തീജ്വാലകൾ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാ ഞങ്ങൾ പറയേണ്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഒരു പണ്ഡിതൻ കടന്നു വരുന്നുണ്ട്. ആ പണ്ഡിതൻ എന്താ ചെയ്തത്? ഇദ്ദേഹത്തിന്റെ വസ്ത്രം മുഷിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തേ നിങ്ങൾ വസ്ത്രം കഴുകാത്തത്? ഈ വസ്ത്രം ഒന്ന് കഴുകി നല്ല വസ്ത്രം ധരിപ്പിക്കണം. കാരണം ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ കാണാൻ വരുന്നു. കാരണം രാജാവാണ്, വിശാലമായി നീണ്ടു കിടക്കുന്ന മുസ്ലിം സാമ്രാജ്യങ്ങളുടെ ഖലീഫയാണ്. നിങ്ങൾക്കറിയോ, സ്പെയിന് വരെ, യൂറോപ്പിലെ സ്പെയിന് വരെ ഇസ്ലാം കടന്നു ചെന്നിട്ടുണ്ട്. ചൈനയുടെ ഒരു ഭാഗത്തേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്, ആഫ്രിക്കയിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. നോക്കെത്ര പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യമാണ്. മദീനയായിരുന്നു ആദ്യത്തെ ക്യാപിറ്റൽ, പിന്നെ അത് കൂഫയിലേക്ക് മാറി തലസ്ഥാനം, അടുത്തത് ഡമസ്കസിലേക്ക് മാറി. ഡമസ്കസ് ആണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ആ തലസ്ഥാനം അങ്ങ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? എവിടേക്ക്? യൂറോപ്പിലേക്ക് പോകുന്നു, സ്പെയിന് വരെ, ആഫ്രിക്കയിലേക്ക് പോകുന്നു, ചൈനയിലേക്ക് പോകുന്നു, ഇന്ത്യയുടെ പാകിസ്ഥാൻ, മുൾത്താൻ അടക്കമുള്ള സിന്ധ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് എത്തുന്നു, ശ്രീലങ്കയിലേക്ക് എത്തുന്നു. എവിടെയൊക്കെയാണ് മുസ്ലിം രാജ്യം വിശാലമായി പ്രവിശാലമായി നീണ്ടുകിടന്നത്. ഇത്രയും വിശാലമായ സാമ്രാജ്യങ്ങളുടെ ഖലീഫയാണിത്. ഈ ഖലീഫയാണ് അവസാനം മരിക്കുന്ന സമയത്ത്, വഫാത്തിനോടടുത്ത സമയത്ത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചത്, എന്തേ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വസ്ത്രം മാറ്റി കൊടുക്കാത്തത്? എന്തേ ഇദ്ദേഹത്തിന്റെ വസ്ത്രം അലക്കി കൊടുക്കാത്തത്? അങ്ങനെ ഭാര്യ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വസ്ത്രം മാറ്റി വസ്ത്രം അലക്കി കൊടുത്തു. പിറ്റേ ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആ പണ്ഡിതൻ ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നപ്പോൾ വീണ്ടും ആ പഴയ മുഷിഞ്ഞ വിരിപ്പ് തന്നെയാണ്, മുഷിഞ്ഞ പുതപ്പ് തന്നെയാണ് ഇദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ വീണ്ടും ചോദിച്ചു, ഫാത്തിമയെ വിളിച്ച്, നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ആളുകളൊക്കെ സന്ദർശിക്കുന്ന ഇദ്ദേഹത്തിന്റെ വസ്ത്രം, അദ്ദേഹത്തിന്റെ വിരിപ്പിടം, ഇദ്ദേഹത്തിന്റെ പുതപ്പ് ഇങ്ങനെയൊക്കെ മുഷിഞ്ഞാൽ ആളുകൾക്ക് ഇതൊരു വെറുപ്പുണ്ടാവൂലേ? എന്ത് നിങ്ങൾ മാറാത്തത്, ഈ ഒരു വിരിപ്പ് മാറ്റി കൊടുക്കാത്തത്? അപ്പോഴാണ് ആ ഭാര്യ വിഷമത്തോടെ പറയുന്നത്, മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് എന്നവരാണ് അദ്ദേഹത്തെ കാണാൻ പോയത്. അപ്പോഴാണ് ആ ഭാര്യ പറയുന്നത്, വല്ലാഹി മാ ലഹു ഖമീസുൻ ഗൈറ, ഇതല്ലാത്തൊരു ഖമീസ് എൻ്റെ ഭർത്താവിനില്ല. നോക്കണം മുഅ്മിനീങ്ങളെ, ആരാണ് ഇദ്ദേഹം? ഞാൻ പറഞ്ഞല്ലോ, വിശാലമായി നീണ്ടു കിടക്കുന്ന പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയാണ്. ലോകത്ത് ഒരു പക്ഷി പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് സൂക്ഷ്മത കാണിച്ച നീതിമാനായ ഭരണാധികാരിയാണ്. ഫവല്ലാഹി മാ ലഹു ഖമീസുൻ ഗൈറ, ഇതല്ലാത്ത വേറൊരു ഖമീസ്, ഇതല്ലാത്ത വേറൊരു വസ്ത്രം എൻ്റെ ഭർത്താവിനില്ല എന്ന് ഭാര്യ പറയുമ്പോൾ അദ്ദേഹം കാണിച്ച സൂക്ഷ്മത എത്രത്തോളം ആയിരിക്കും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ആ ഒരു സൂക്ഷ്മതയിലേക്ക് ഉത്തരവാദികളെ നമ്മൾ മാറാനുണ്ട്, നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട്. വിദ്യാഭ്യാസ വിപ്ലവത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അധികാരമേറ്റെടുത്ത ഉടനെ യോദ്ധാക്കളോട് യുദ്ധം നിർത്താനാണ് പറഞ്ഞത്. കോൺസ്റ്റന്റിനോപ്പിൾ, തുർക്കിയിലുള്ള കൺസ്റ്റാന്റിനിയയിലെ കോൺസ്റ്റന്റിനോപ്പിളിൽ ഒരുപാട് മാസങ്ങളായി ഉപരോധിക്കുന്ന മുസ്ലിം പട്ടാളക്കാരോട് അത് നിർത്തി തിരിച്ചു വരാനാ പറഞ്ഞത്. പല രാജ്യങ്ങളിലും ആയുധം താഴെ വെക്കാനാ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? പട്ടാളക്കാരോട്, നിങ്ങൾക്ക് അറിവുള്ള ഇൽമുള്ള പട്ടാളക്കാര് ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കണം. ഇൽമു ഒരിക്കലും രഹസ്യമാക്കി വെക്കാൻ പാടില്ല. ഇൽമു രഹസ്യമാക്കി വെച്ചാൽ ആ ഇൽമു നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് രഹസ്യമാക്കി വെക്കാൻ പാടില്ല.
പിന്നെന്താ ചെയ്തത്? ഹദീസുകളെ ക്രോഡീകരിക്കാൻ പറഞ്ഞത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം മൂത്തയാണ്. മഹാനായ ഇമാം മാലിക് തങ്ങളുടെ മൂത്തയാണ്. ആ മൂത്ത ക്രോഡീകരിക്കാനുള്ള കാരണക്കാരൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണ്. ഇന്ന് നമ്മൾ കാണുന്ന സ്വഹീഹുൽ ബുഖാരി അടക്കം, സ്വഹീഹ് മുസ്ലിം അടക്കം, സ്വഹാഹു സിത്ത അടക്കം എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളായി ക്രോഡീകരിക്കപ്പെടാനുള്ള കാരണം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ക്രോഡീകരിക്കാൻ കാരണക്കാരനായത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണല്ലോ. യമാമ യുദ്ധം നടക്കുമ്പോൾ മുസൈലിമത്തുൽ കദ്ദാബുമായി യമാമ യുദ്ധം നടക്കുമ്പോൾ 700 കണക്കിന് ഹാഫിളീങ്ങൾ ഷഹീദായ സമയത്തല്ലേ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ ഹാഫിളീങ്ങളൊക്കെ മരിച്ചു പോയാൽ പിന്നെ പരിശുദ്ധമായ ഖുർആൻ ശേഷം വരുന്ന സമുദായത്തിന് കിട്ടൂലല്ലോ, അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കണമെന്ന് മഹാനായ ഉമർ തങ്ങളാ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞത്. അതേപോലെ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണ് ഹദീസ് ക്രോഡീകരിക്കാൻ പറഞ്ഞത്. കാരണം ഓരോ മുതലാളിമാര് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഹദീസ് നിർമ്മിക്കാൻ തുടങ്ങി. ഷിയാക്കൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഹദീസ് നിർമ്മിക്കാൻ തുടങ്ങി. ഓരോ അധികാരികൾ ഹദീസ് നിർമ്മിക്കാൻ തുടങ്ങി. കാരണം ഇസ്ലാമിക സാമ്രാജ്യം വിശാലമായി നീണ്ടുകിടക്കുകയാണ്. അവരിങ്ങനെ ഹദീസ് നിർമ്മിച്ച് അവരവരുടെ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി ഫേക്ക്ഡായ ഫാബ്രിക്കേറ്റഡായ ഹദീസുകൾ നിർമ്മിച്ചപ്പോൾ സത്യത്തിന്റെ ഹദീസ് ഏത്, സത്യമായ ഹദീസ് ഏത്, കള്ളമായ ഹദീസ് ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഉടനെ തന്നെ മഹാന്മാരായ റജാ ഇബ്നു ഹൈവയെ പോലെ ഇമാം സുഹരി തങ്ങളെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരോട് ഹദീസ് ക്രോഡീകരിക്കാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉറപ്പുള്ളത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അതിന്റെ വകയായിട്ടാണ് ഇന്ന് കാണുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് ലഭിച്ചത്. അതല്ലെങ്കിൽ ഇന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സത്യമേത്, കളവേത്, നുണയേത് എന്ന്, ഫേക്കായിട്ടുള്ള ഹദീസ് ഏത് എന്ന് തിരിച്ചറിയാൻ പോലും നമ്മൾക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിനാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. വലിയ വലിയ കൊട്ടാരങ്ങൾ കെട്ടാനല്ല, വലിയ വലിയ കൊട്ടാരങ്ങൾ കെട്ടാനല്ല. പ്രിയപ്പെട്ടവരെ, അധികാരികളുടെ കൈകളിലുള്ള എത്രയോ സ്ഥലങ്ങൾ അബ്ദുൽ മലിക്കിന്റെ മക്കളുടെ കൈകളിലുള്ളത്, സുലൈമാന്റെ മക്കളുടെ കൈകളിലുള്ളത്, വലീദിന്റെ മക്കളുടെ കൈകളിലുള്ളത്, ഓരോ ആളുകളുടെ കൈകളിൽ നിന്നുമെല്ലാം പിടിച്ചുപറിച്ച് എല്ലാം ബൈത്തുൽ മാലിലേക്ക് നിക്ഷേപിച്ചപ്പോൾ സ്വാഭാവികമായി ഇദ്ദേഹത്തിന്റെ മരണമല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല എന്നവർ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഖാദിമിന്റെ കയ്യിൽ അദ്ദേഹത്തെ കൊല്ലാൻ വിഷം നൽകുന്നത്. നോക്കണം നിങ്ങൾ, എത്ര സൂക്ഷ്മതയുള്ള സച്ചരിതയായ ഭരണാധികാരിയാണ്. കൊല്ലപ്പെടുന്നത് അത്ഭുതമല്ല, നന്മ ചെയ്യുന്നവർക്ക് ഒരുപക്ഷേ നിലനിൽപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. 39ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത്. 20 ദിവസമാണ് രോഗിയായി കിടക്കുന്നത്. ആരാ വിഷം നൽകാൻ പറഞ്ഞത്? മുൻ രാജാക്കന്മാരുടെ കുടുംബമാണ് വിഷം നൽകാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? അവർക്ക് ലഭിക്കുന്ന സുഖലോലുപത നഷ്ടപ്പെട്ടപ്പോ, അവരുടെ കാലിനടിയിലുള്ള മണ്ണൊലിച്ചു പോകുമോ എന്ന് ഭയന്നപ്പോ, അവര് പട്ടിണിയാകുമോ എന്ന് പേടിച്ച്, ജീവിക്കാൻ കഷ്ടപ്പെടേണ്ടി വരുമോ എന്ന് ഭയന്നിട്ട് നീതിമാനായ ഒരു ഭരണാധികാരിക്ക് വിഷം നൽകാൻ ഖാദിമിന്റെ കയ്യിൽ വിഷം നൽകുകയാണ്. 1000 സ്വർണ്ണ നാണയങ്ങളാണ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത്. പക്ഷേ ആ മനുഷ്യൻ വിഷം നൽകാൻ തയ്യാറായില്ല. നിർബന്ധിപ്പിച്ചുകൊണ്ട് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. നിന്നെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്നുള്ള ഓഫർ നൽകി. അവസാനം നിർബന്ധിതനായി അദ്ദേഹം യജമാനനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് വിഷം നൽകുന്നുണ്ട്. ആ വിഷം കുടിച്ചതിന്റെ പേരിലാണ് 20 ദിവസം അദ്ദേഹം രോഗിയായി കിടന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ രോഗിയായി കിടക്കുകയാണല്ലോ, എന്ത് പറ്റി നിങ്ങൾക്ക്? അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, എന്താണ് എന്നെ കുറിച്ച് നാട്ടുകാർ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, നാട്ടുകാർ നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്കാരോ സിഹർ ചെയ്തു എന്നാണ്, നിങ്ങൾക്കാരോ മാരണം ചെയ്തു എന്നാണ്, സിഹർ ഏറ്റിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പെട്ടത് എന്ന്. ഉടനെ തന്നെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സിഹർ ഏറ്റിട്ടില്ല, എനിക്ക് വിഷം തന്നതാണ്. എന്റെ ഖാദിമിനെ വിളിക്കാൻ പറഞ്ഞു. ഖാദിമിനെ വിളിച്ചു. എന്തിനാണ് നീ എനിക്ക് വിഷം തന്നത്? എന്താണ് നിനക്കതിൽ നിന്ന് ലഭിച്ചത്? ഉടനെ തന്നെ ഖാദിം പറഞ്ഞു, 1000 സ്വർണ്ണ നാണയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ ഖാദിമിനോട് പറഞ്ഞു, ആ 1000 സ്വർണ്ണ നാണയം കൊണ്ടുവാ എന്ന്. ആ സ്വർണ്ണ നാണയം കൊണ്ടുവന്നു. ഉടനെ തന്നെ ആ സ്വർണ്ണ നാണയം ബൈത്തുൽ മാലിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു. നോക്കണം, നിങ്ങൾ അധികാരം ഏറ്റെടുത്ത് ആദ്യമായി ചെയ്തത് തന്റെ കയ്യിൽ തനിക്ക് മുൻഭരണാധികാരി തന്ന ഒരു മോതിരം ബൈത്തുൽ മാലിലേക്ക് നിക്ഷേപിക്കുകയാണ്.
അവസാനമായി ചെയ്യുന്നതും ആരാന്റെ മുതല് ഒരു കാരണവശാലും ആരെ കയ്യിലും ഉണ്ടാവാൻ പാടില്ല. അന്യായമായൊരു മുതലും തട്ടിപ്പറിക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തത്? അവസാനമായിട്ട് ആ 1000 ദീനാർ ബൈത്തുൽ മാലിൽ നിക്ഷേപിച്ച് തന്റെ ഖാദിമിനോട് പറഞ്ഞു, വേഗം സ്ഥലം വിട്ടോളണം, ആരും കാണാതെ ആരും അറിയാതെ മറഞ്ഞു പോയിക്കൊള്ളണം. നിന്നെ കണ്ടാൽ കൊല്ലാൻ സാധ്യതയുണ്ട്, വധിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് വിഷം തന്നു എന്നറിഞ്ഞാൽ ഒരു പക്ഷേ അത് വധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകളിൽ നിന്ന് മറഞ്ഞുകൊണ്ട് ജീവിച്ചു എന്ന് പറഞ്ഞ് തന്റെ ഖാദിമിനെ പറഞ്ഞേക്കുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ആ സമയത്ത് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് വസിയത്ത് ചെയ്താൽ ഞാൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ കാലശേഷം ബൈത്തുൽ മാലിൽ നിന്ന് ജീവിക്കാനുള്ള എന്തെങ്കിലും വരുമാനം നൽകാൻ ഞാൻ അവരോട് പറയാം. നിങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തോളൂ, എത്രയാ നൽകേണ്ടത് എന്ന്. നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ പട്ടിണിയായ 11 മക്കളുണ്ടല്ലോ, അധികാരം നോൽക്കാനുള്ളത് കൊണ്ട്, അധികാരം ശ്രദ്ധിക്കാനുള്ളത് കൊണ്ട് മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളുടെ മരണശേഷം ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങളുടെ 11 മക്കൾക്ക് ഞാൻ എടുത്തു കൊടുത്തോളാം, നിങ്ങൾ വസിയത്ത് ചെയ്താൽ മതി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് ചെവി തുറന്ന് കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദര. ഏതാണ് ഈ കാലം എന്നറിയോ? ഒരു 3 ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഒരു വയസ്സനായ ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ മരിച്ചു? മക്കൾ അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല. 3 ദിവസം കിടപ്പുമുറയിൽ മരിച്ചിട്ട് ദുർഗന്ധം വമിക്കുമ്പോൾ അയൽവാസികൾ പരാതിപ്പെട്ടു എന്നാ കേൾക്കാൻ സാധിച്ചത്. എന്താണിതൊക്കെ? 100 കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരാൾ, വർഷങ്ങളോളം ഗൾഫിൽ പോയി ജോലി ചെയ്തവരാൾ, മക്കൾ നോക്കാനില്ല, ഭാര്യ നോക്കാനില്ല, ആസ്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു തരും. സമ്പാദ്യമാണോ ഉണ്ടാക്കേണ്ടത്? കോടിക്കണക്കിന് സ്വത്താണോ ഉണ്ടാക്കേണ്ടത്? കൊട്ടാര സമാനമായ വീടാണോ ഉണ്ടാക്കേണ്ടത്? ഓരോ സ്ഥലങ്ങളിലും അസറ്റുകളായി സ്വത്തുക്കളാണോ, മുതലാണോ, ഭൂമിയാണോ വാങ്ങിവെക്കേണ്ടത് എന്ന് ഈ സാത്വികനായ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിങ്ങളോട് പറഞ്ഞു തരും. ഈ 3 ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് നിങ്ങൾ കേട്ട വാർത്തയല്ലയോ? സ്വന്തം മുറിയിൽ നിന്ന് ഭാര്യ തിരിഞ്ഞു നോക്കാതെ, മക്കൾ തിരിഞ്ഞു നോക്കാതെ ഈ പിതാവ് മരണപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരാഴ്ചയോളം ഒരു പിടി വെള്ളം പോലും, ഒരിറ്റു വെള്ളം പോലും നൽകാൻ മക്കൾ തയ്യാറായിട്ടില്ല എന്നല്ലേ, ഭാര്യ തയ്യാറായിട്ടില്ല എന്നല്ലേ. അല്ലാഹു അലം, അങ്ങനെയാണ് കേട്ടത്. ആ വീട്ടുകാരൻ അങ്ങനെ ദുർഗന്ധം വമിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് മരിച്ചുപോയി എന്ന് പറയുമ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചുവാ. എന്താ പറഞ്ഞത്? നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മക്കൾക്ക് നൽകാൻ നിങ്ങൾ എന്തെങ്കിലും വസിയത്ത് ചെയ്തോളൂ. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ മക്കൾ ഒന്നുകിൽ സ്വാലിഹീങ്ങളാണ്, അല്ലെങ്കിൽ തമ്മാടികളാണ്. ഈ രണ്ടാമതൊരവസ്ഥയല്ലാതെ മൂന്നാമതൊരവസ്ഥയില്ല. എന്റെ മക്കൾ ഒന്നുകിൽ സ്വാലിഹീങ്ങളാണ്, അല്ലെങ്കിൽ തമ്മാടികളാണ്. എന്റെ മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ ആ മക്കൾക്കൊരു നയാ പൈസ എടുത്തു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മക്കൾ തമ്മാടികളാണെങ്കിലും ഒരു നയാ പൈസ പോലും മക്കൾക്ക് ഉപദേശിക്കാൻ, വസിയത്ത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. എന്തുകൊണ്ടാണത്? എന്റെ മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ അവരെ സഹായിക്കാമെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ഏതാണ് ആ ആയത്തെന്നറിയോ? വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളെ അള്ളാഹു ഏറ്റെടുക്കാമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാരെ ശ്രദ്ധിച്ചോ, സ്വാലിഹീങ്ങളായ ആളുകൾ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കള് സ്വാലിഹീങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടി നയാ പൈസ എടുത്തു വെക്കാൻ എനിക്ക് ആഗ്രഹമില്ല, അവർക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ ബാക്കി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അള്ളാഹു എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, അവരെ ഞാൻ ഏറ്റെടുത്തോളാമെന്ന്. അതുകൊണ്ട് അവർ സ്വാലിഹീങ്ങളാണെങ്കിൽ അവരൊരിക്കലും പ്രയാസപ്പെടേണ്ടി വരൂല, അവർ ദരിദ്രരാവൂല, അവർ കഷ്ടപ്പെടേണ്ടി വരൂല. അവർക്കുള്ള സമ്പാദ്യങ്ങളെ, അവർക്കുള്ള വരുമാനങ്ങളെ ആവശ്യമുള്ള സമയങ്ങളിൽ അള്ളാഹു നൽകാമെന്ന് എന്നോട് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ എന്റെ മക്കൾ തമ്മാടികളാണെങ്കിൽ അവർക്ക് വേണ്ടി പൈസ ബാക്കി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തേ? ഞാൻ മരിച്ച് കബറിൽ കിടക്കുമ്പോ ആ കബറിടത്തിൽ ഒരു രാത്രി പോലും എനിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുമോ? എന്റെ തമ്മാടികളായ മക്കളെ, തമ്മാടി കൂട്ടങ്ങളായ
എന്റെ മക്കളെ, ഞാൻ ബാക്കി വെച്ച സമ്പാദ്യങ്ങൾ കൊണ്ട് ഇവിടെ ഹറാമ് ചെയ്യുമ്പോ, ഹറാമ് തിന്നുമ്പോ, ഹറാമ് കാണുമ്പോ, ഹറാമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ എനിക്കൊരു ദിവസം പോലും എന്റെ ഖബറിൽ സുഖമായി കിടന്നുറങ്ങാൻ കഴിയുമോ? അതുകൊണ്ട് നാളത്തെ ഖബറിടത്തിലുള്ള സുഖം ആഗ്രഹിച്ച്, നാളെ പാരത്രിക ലോകത്തെ സന്തോഷം ആഗ്രഹിച്ച് എന്റെ മക്കൾ തമ്മാടികളാണെങ്കിൽ അവർക്ക് വേണ്ടി ബാക്കി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പാഠം നമ്മൾ പഠിക്കണം. ആ കണ്ണൂർ നടന്ന സംഭവമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യണം. എന്താ മക്കൾക്ക് നമ്മൾ ബാക്കി വെക്കേണ്ടത്? സമ്പാദ്യമല്ല, വിദ്യാഭ്യാസമാണ്. സമ്പാദ്യമല്ല, കൾച്ചറാണ്. സമ്പാദ്യമല്ല, മുതലല്ല, അച്ചടക്കമാണ്, ദീനീബോധമാണ്. നിരീശ്വരവാദത്തിലേക്ക് ചേക്കേറുന്ന നമ്മുടെ മക്കൾക്ക് ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ലിബറലിസം തലയ്ക്ക് പിടിച്ച പെൺമക്കളോട്, ആൺമക്കളോട് മതം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ലിബറലിസവും നിരീശ്വരവാദവും യുക്തിവാദവും എല്ലാം തലയിലേക്ക് കയറി ചെന്ന പെൺകുട്ടികൾക്ക് ഒരിക്കലും മാതാവിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു സുഖത്തിന് വേണ്ടി നിങ്ങളും പിതാവും ഒരുമിച്ച് കൂടിയപ്പോ ഞാൻ ഉണ്ടായി, എനിക്ക് നിങ്ങളോട് എന്ത് കടപ്പാട് എന്നാണ് യുക്തിവാദികൾ ചോദിക്കുന്നത്. നിങ്ങളാരാ എന്നെ നിയന്ത്രിക്കാൻ? നിങ്ങളാരാ എന്നോട് പറയാൻ? നിങ്ങളാരാ എന്നെ കൺട്രോൾ ചെയ്യാൻ? എനിക്ക് സ്വാതന്ത്ര്യമില്ലേ വസ്ത്രം ധരിക്കാൻ? എനിക്ക് സ്വാതന്ത്ര്യമില്ലേ ഞാൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാൻ? എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാ എന്ന രീതിയിലേക്ക് യുക്തിവാദം നമ്മുടെ മക്കളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദം എന്നും അപകടമാണ്. അതിനെ നിസ്സാരമായി കാണരുത്. അത് അപകടം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്സാരമായി കാണരുത്. ഞാൻ നിർത്താൻ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം നമ്മൾ ഓർമ്മിച്ചു നോക്കുക. പൈസ അല്ല മക്കൾക്ക് ബാക്കി വെക്കേണ്ടത്, ഇൽമാണ്. മക്കൾക്ക് ബാക്കി വെക്കേണ്ടത് വിദ്യാഭ്യാസമാണ്. മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ ശ്രമിക്കുക. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന സമയം അദ്ദേഹം, ഞാൻ ആദ്യമായി ഓതി വെച്ച പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ടാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ കാലശേഷം ഉമവി ഭരണകൂടം കഴിഞ്ഞു. അബ്ബാസികൾ വരുന്നുണ്ട്. അബ്ബാസികളിലെ വളരെ പ്രധാനിയായ ഖലീഫയാണ് മൻസൂർ എന്ന് പറയുന്ന ഖലീഫ. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ഒരാൾ കടന്നു വന്നപ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ഉപദേശം പറയണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്നോട് ഉപദേശം പറയണം. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങള് ഉദ്ധരിച്ച സംഭവമാണിത്. ആരോടാ പറയുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം എന്നവരോട് മൻസൂർ എന്ന് പറയുന്ന ഖലീഫ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ലൊരു ഉപദേശം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന്. ആ സമയത്താണ് ഞാൻ നിർത്തുകയാണ്. ഇതിന്റെ അവസാനത്തെ ഒരു സംഭവം കൂടി നിങ്ങൾ കേൾക്കണം ചെവി തുറന്നുകൊണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു സംഭവമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2.5 വർഷക്കാലം ഇസ്ലാമിക സാമ്രാജ്യത്തിന് നേതൃത്വം നൽകി. 39ാമത്തെ വയസ്സിൽ വിഷം ശരീരത്തിലേറ്റ് മരിക്കുന്ന സാഹചര്യത്തില് 11 മക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 11 മക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം വന്ന ഭരണാധികാരിയാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്. ഒരുപാട് സംഭാവനകൾ ചെയ്ത ഭരണാധികാരിയാണ്. ആർക്ക്? ഉമ്മവി ഭരണകൂടത്തിന്. ഉമയ്യ ഡൈനാസ്റ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ഹിശാം എന്നവർ. അദ്ദേഹത്തിനും 11 മക്കളുണ്ട്. ഉമർ തങ്ങൾക്കും 11 മക്കളുണ്ട്. എന്നാൽ ഉമർ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് 11 മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത് 19 ദിർഹമാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത് 17 ദീനാർ, 17 ദീനാറാണ് ബാക്കി വെച്ചത്. ആ 17 ദീനാറിൽ 5 ദീനാർ കഫൻ പുടയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയുണ്ടായി. 17 ദീനാറിൽ 5 ദീനാർ കഫൻ പുടയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയുണ്ടായി. പിന്നെയോ അദ്ദേഹത്തിന്റെ ഖബറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി 2 ദീനാർ ഉപയോഗിക്കുകയുണ്ടായി. പിന്നെ എത്ര ദീനാറാ ബാക്കിയുള്ളത്? 10 ദീനാറാ ബാക്കിയുള്ളത്. മക്കളാണെങ്കിൽ 11 പേരുണ്ട് സഹോദരങ്ങളെ. 11 മക്കളുണ്ട്, 10 ദീനാറുമാ ഉള്ളത്. ഈ 11 മക്കൾക്ക് ഒരു ദീനാർ പോലും അനന്തരമായിട്ട് കിട്ടിയിട്ടില്ല. ഒരു മക്കൾക്ക് ഒരു ദീനാർ പോലും ഉപ്പയിൽ നിന്ന് അനന്തരാവകാശമായി കിട്ടിയിട്ടില്ല. എന്നാൽ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഖലീഫ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഓരോ മക്കൾക്കും 10 ലക്ഷം ദീനാറാണ് അനന്തരമായി കിട്ടിയത്. ഒരാൾക്ക് 10 ലക്ഷം ദീനാർ, അടുത്ത ആൾക്കും 10 ലക്ഷം ദീനാറ്. അങ്ങനെ 11 മക്കൾക്കും 10 ലക്ഷം ദീനാറാണ് അനന്തരാവകാശമായി കിട്ടിയത്. എന്നാൽ എന്താണ് അവരുടെ 2 പേരുടെയും കാലശേഷം അവരുടെ മക്കൾക്ക് സംഭവിച്ചത്? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം എന്നവർ
മൻസൂർ എന്ന് പറയുന്ന രാജാവിനോട് പറയുന്നുണ്ട്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ 11 മക്കളിൽ ഒരാളെ ചില ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം തന്നെ 100 ഒട്ടകം സംഭാവന ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം 100 ഒട്ടകം, 100 കുതിരകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഉപ്പ എന്താ ബാക്കി വെച്ചത്? ഉപ്പ ബാക്കി വെച്ചത് എന്താ? 1 ദീനാർ പോലും ഉപ്പ ബാക്കി വെച്ചിട്ടില്ല. 1 ദീനാർ പോലും ഉപ്പ ബാക്കി വെച്ചിട്ടില്ല. അങ്ങനെയുള്ള മക്കളിൽ ചില മക്കൾ 100 കുതിരകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 100 ഇന്നോവ, ഇന്നത്തെ 100 കാറുകൾ, ചെറിയ കാറല്ല, അന്നത്തെ ഏറ്റവും മുന്തിയ വാഹനമാണ് കുതിരകൾ എന്ന് പറയുന്നത്. 100 കുതിരകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരൊറ്റൊരു ദിവസം തന്നെ സംഭാവന ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞില്ലേ, ഹിശാം ബിൻ അബ്ദുൽ മലിക് എന്നവർ 11 മക്കൾക്ക് 10 ലക്ഷം ദീനാർ ഓരോ മക്കൾക്കും ബാക്കി വെച്ചിട്ട് ആ മക്കളിൽ ചില ആളുകൾ യാചിച്ചു നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, ബെഗ് ചെയ്ത് നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് പഠിക്കണം മക്കൾക്ക് എന്താ ബാക്കി വെക്കേണ്ടതെന്ന്. അള്ളാഹുവിനോടുള്ള ഭയമാണോ, സംസ്കാരമാണോ, അദബാണോ, എഡ്യൂക്കേഷനാണോ, സ്വാലിഹീങ്ങളാകലാണോ, അതല്ല ഒരുപാട് സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടലാണോ? ഉപ്പ മരിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് ആസ്തിയുണ്ട് എന്റെ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ടല്ല മരിച്ചു പോകേണ്ടത്. എന്റെ കാലശേഷം എന്റെ മക്കള് വഴി പിഴക്കൂല എന്ന ഉറപ്പോടുകൂടി മരിച്ചു പോകാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ നിങ്ങൾക്ക് കഴിയണം. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാവരും ജനിക്കുന്നത് സ്വർഗ്ഗക്കാരായിട്ടാണ്, എല്ലാവരും ജനിക്കുന്നത് സ്വർഗ്ഗക്കാരായിട്ടാണ്. എന്നാൽ ഓരോ പിതാവിന്റെയും ഓരോ ഉമ്മയുടെയും പണി എന്താണ്? വവലദൻ സ്വാലിഹൻ തറകഹു. മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ അതേപോലെ സ്വർഗ്ഗക്കാരനാക്കി മരിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അങ്ങനെയാ പറഞ്ഞത്. മരിക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങളാവണം നിങ്ങളുടെ മക്കൾ. വവലദൻ സ്വാലിഹൻ തറക, വവലദൻ സ്വാലിഹൻ തറക വലദുൻ സ്വാലിഹു യദ്ഉ ലഹു. ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാവണമെന്നല്ല അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഏത് തമ്മാടിയായ മക്കളാണെങ്കിലും ഉപ്പ മരിച്ചാൽ ആ മരിച്ച ദിവസമെങ്കിലും ദുആ ചെയ്യാതിരിക്കൂല. എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും, ചമ്മാടിയാണെങ്കിലും, മയക്കുമരുന്നിന്റെ അടിമയാണെങ്കിൽ വരെ ഉപ്പ മരണപ്പെട്ടാൽ അന്നത്തെ ദിവസമെങ്കിലും ഉപ്പാക്ക് ദുആ ചെയ്യാത്ത ഒരു തമ്മാടിയും ലോകത്തുണ്ടാവില്ല. അപ്പൊ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് വലദുൻ യദ്ഉ ലഹു, ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാവണമെന്നല്ല, സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവണമെന്നാണ്. പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവണം. അഥവാ സ്വർഗ്ഗക്കാരനായിട്ടാണ് അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തന്നതെങ്കിൽ നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കളും സ്വാലിഹീങ്ങളാവണമില്ലെങ്കിലോ ഹറമ അലൈഹിൽ ജന്ന, നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നത് കാരണത്താൽ മക്കൾ മോശമായാൽ, മാതാപിതാക്കളുടെ അശ്രദ്ധ കാരണം മക്കൾ മോശമായാൽ, മാതാപിതാക്കളുടെ ന്യൂനത കാരണം, ശ്രദ്ധക്കുറവ് കാരണം, അള്ളാഹുവിനോടുള്ള ഭയമില്ലായ്മ കാരണം, മാതാപിതാക്കളുടെ മോഡേണിസം കാരണം, ഫാഷൻ കാരണം മക്കൾ മോശമായി പോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു നമ്മൾക്ക് അമാനത്തായി തന്ന, സൂക്ഷിക്കാൻ തന്ന അമൂല്യമായ സ്വത്താണ്, മുതലാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ നല്ല മാതൃകകൾ പഠിപ്പിച്ച് നല്ല വഴികൾ തുറന്നു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുന്ന മക്കളാക്കി മാറ്റാൻ നമ്മളെല്ലാവരും അധ്വാനിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.